بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: ما من أحد من المسلمين يبتلى ببلاء في جسده إلا أمر الله الحفظة فقال: اكتبوا لعبدي ما كان يعمل وهو صحيح ما دام مشدودا في وثاقي. صدق شفيعنا رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സമാദരണീയരായ നമ്മുടെ ഈ മഹത്തായ പ്രഭാഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ബഹുവന്യരായ അഷ്റഫ് സഖാഫി ഉസ്താദ് കടവത്തൂർ, നമ്മുടെ ഈ പ്രദേശത്ത്
ദീനീ ഖിദ്മകൾക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യരായ ഹാഫിൽ ഇല്യാസ് സഖാഫി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, നേതാക്കൾ, മുതഅല്ലിമുകൾ, മാന്യ സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അറിവ് പഠിക്കുന്നതിൻ്റെയും പകർത്തുന്നതിൻ്റെയും പ്രചരിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ലക്ഷ്യവും താല്പര്യവും പ്രാധാന്യവുമൊക്കെ ബഹുമാന്യരായ ഉസ്താദ് അവർകൾ ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തി. അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന അറിവാണ് ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള അറിവ്. ഖുർആൻ പഠനം അതേറ്റവും കൂടുതലായി പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് നമ്മിലാണ്. ഏറ്റവും കൂടുതൽ ഖുർആനെ ഉപയോഗപ്പെടുത്തുന്നത് മുസ്ലിങ്ങളായ നാമാണ്. ആ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോഴും ഓതുമ്പോഴും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഖുർആനിൻ്റെ അറിവ് എത്ര കണ്ട് ഒരാൾക്ക് വർദ്ധിക്കുന്നുവോ ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം വർദ്ധിക്കുന്നതിന് അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരിൽ ഏറ്റവും വലിയ പരിഗണന നൽകിയിരുന്നത് ഖുർആനിൻ്റെ അറിവ് കൂടുതലുള്ള ആളുകൾക്കാണ്. ഒരു ഖബറിൽ 2-3 ആളുകളെ മറവ് ചെയ്യേണ്ട സാഹചര്യം ഉഹദിൽ ഉണ്ടായപ്പോൾ സ്വഹാബത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് തങ്ങൾ ചോദിച്ചു, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ. ഈ ഖബറിലേക്ക് വെക്കാൻ പോകുന്ന 3 ആളുകളിൽ അല്ലെങ്കിൽ 2 ആളുകളിൽ കൂടുതൽ ഖുർആൻ സ്വീകരിച്ചത് ആരാണ്? ഖുർആനിൻ്റെ പഠനം സ്വീകരിച്ചത്, ഖുർആനെ ഹിഫ്ളാക്കിയതും ഖുർആനിൻ്റെ ആശയം ഗ്രഹിച്ചതും ആരാണ്? സ്വഹാബത്തെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആദ്യമായി ഖബറിലേക്ക് മുന്തിക്കുന്നത് ആ വ്യക്തിയായിരിക്കും. അത് വലിയൊരു പരിഗണനയാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് മദീനയിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു തരണം, ഖുർആന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ അയച്ചു തരണമെന്ന് മദീനക്കാര് തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ആവശ്യപ്പെട്ടപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചത് സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പരിഗണിക്കാനുള്ള കാരണം മഹാനവർകൾ ഖുർആനുമായി വലിയ പാണ്ഡിത്യമുള്ള മഹാനാണ്. മദീനക്കാര് വിളിച്ചിരുന്നത് തന്നെ മുഖ്രി ഉൽ മദീന എന്നാണ്. മുഖ്രി, ഓതിപ്പഠിപ്പിക്കുന്ന ആള്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. പിന്നെ ആ പേര് പുള്ളിയുള്ള കാഫൊക്കെ ഉച്ചരിക്കാൻ പ്രയാസമായപ്പോൾ പിന്നെ അത് കുറെ മുക്രിയായി മാറി. മുക്രി ആണത്. ഓത്തുപള്ളിയിലെ ഉസ്താദ് എന്നാണ് പഴയ കാലത്ത് അതിൻ്റെ അർത്ഥം. പഴയ കാലത്ത് ഓത്തുപള്ളിയിലെ ഉസ്താദുമാരാണ്. അന്ന് മദ്രസ സംവിധാനം ഒന്നുമില്ല. ഓത്തുപള്ളിയിലെ ഉസ്താദ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചില തറവാടുകൾക്ക് വരെ പേരങ്ങനെ വന്നു, മുക്രിക്കാൻ്റെ അകത്ത് നിന്ന്. അവിടെ ഒരു മുക്രി ഉണ്ടാകും, ഓതിപ്പഠിപ്പിക്കുന്ന ഒരാള്. അത് ചിലപ്പോൾ ഒരു പക്ഷേ 3ാമത്തെ വാപ്പ അല്ലെങ്കിൽ 4ാമത്തെ വാപ്പയൊക്കെ ആയിരിക്കും.
ആ ഉപ്പ ജീവിച്ച വീടായിരിക്കും ആ വീട്. അപ്പൊ ആ വീടിന് അങ്ങനെ പേരിട്ടത്. വേറെ എന്തെല്ലാം പേരുണ്ട്, പക്ഷെ അഫ്ളലായ പേരതാ. ഇപ്പോഴും ആ പേര് നിൽക്കുന്നു. ഉപ്പ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ആരും ഉണ്ടാകൂല, മുക്രിയൊന്നും ആരും ഉണ്ടാകൂല, മുക്രിയും ഉണ്ടാകൂല. പക്ഷെ പഴയ പേര് നിലനിർത്തിയിട്ട് അങ്ങനെ ബഹുമാനത്തോടെ ഇപ്പോഴും മുക്രിക്കാൻ്റെ അകത്ത് നിന്നാണ് അഡ്രസ്സിലുള്ളത്. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. അത് ഖുർആനുമായി ബന്ധപ്പെട്ട് മദീനക്കാർക്ക് വലിയ അറിവ് പകർന്നു നൽകിയ മുസ്അബ് റളിയല്ലാഹു അൻഹു മുഖ്രിഉൽ മദീന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മക്കയിൽ വലിയ ധനാഢ്യനായി ജീവിച്ചിരുന്ന മഹാൻ മദീനയിലേക്ക് ഹിജ്റ പോയതോടുകൂടെ മഹാനവർകൾ ഹിജ്റ പോകുമ്പോൾ സമ്പന്നനായ പിതാവ് ഉമൈർ ഒന്നും കൊണ്ടുപോകാൻ അയച്ചില്ല. ഉടുത്ത ഒരു വസ്ത്രം, വേറെ ഒന്നും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഉപകരിച്ചിരുന്ന രണ്ടാമത്തെ ഒരു കൂട്ടം വസ്ത്രം കൂടി കൊടുത്തില്ല. പക്ഷേ മുസ്അബ് റളിയല്ലാഹു അൻഹു വളരെ ക്ഷമാപൂർവം മദീനയിലെത്തി. വലിയ ലാഭമാണ് മഹാനവറുകൾക്കുണ്ടായത്. ഒരുപാട് ആളുകളെ ഖുർആൻ പഠിപ്പിച്ച് ശിഷ്യഗണങ്ങളായി സ്വീകരിക്കാനുള്ള ഭാഗ്യം. അത് ചെറിയ ഭാഗ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോഴേക്ക് മദീനയിലുള്ള ആണും പെണ്ണും മിക്ക ആളുകളും ഖുർആൻ ഓത്തും ആശയങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഖുർആനുമായുള്ള ബന്ധം അത് കൂടുതലാക്കാനുള്ള വലിയൊരു വഴിയാണ് പരിശുദ്ധ ഖുർആനിന്റെ പഠനം. നമ്മുടെ ഈ ദർസിന്റെയും മസ്ജിദിന്റെയും ഒക്കെ കീഴിൽ നടക്കുന്ന ഈ ഖുർആൻ പ്രഭാഷണം അതിനുള്ള ഒരു ഖിദ്മയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ നമ്മെ സംബന്ധിച്ചുള്ള പ്രമേയമാണ് സൂറത്തുൽ ഇൻസാൻ. നമ്മളെ പറ്റി പറയുമ്പോൾ രസമുണ്ടാകുമല്ലോ. അല്ലാഹു തആല നമ്മളെപ്പറ്റി, മനുഷ്യനെ പറ്റി പ്രത്യേകം പറയാൻ ഒരു സൂറത്ത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മികവാർന്നതും അവസാനത്തേതുമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ബാക്കി എല്ലാ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു തആല സംവിധാനിച്ചു. അങ്ങനെയല്ലേ പറഞ്ഞത്? ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. മനുഷ്യന് എന്തെല്ലാം ഭൂവിധാനത്തിലും ആകാശലോകത്തും ആവശ്യമുണ്ടോ മനുഷ്യനെ പടക്കുന്നതിന്റെ മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു. അപ്പൊ അവസാനത്തെ സൃഷ്ടിയായ ഈ മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് പഠിക്കാനും പറയാനും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, പാരത്രിക ലോകത്ത് വലിയ സ്വീകാര്യത നൽകുന്ന മനുഷ്യരായി ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ മാറാൻ എന്തെല്ലാം വിഷയങ്ങൾ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതും ഈ സൂറത്തിലൂടെ അല്ലാഹു തആല നമ്മെ പ്രമേയമാക്കി നമുക്ക് പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ, സൂറത്തുൽ അബ്റാർ, സൂറത്തുൽ അംഷാജ്, സൂറത്തു ഹൽ അതാ എന്നൊക്കെ ഈ സൂറകൾക്ക് നാമങ്ങളുണ്ട് എന്ന് ഇമാം ആലൂസി അവിടുത്തെ റൂഹുൽ മആനിയിൽ പഠിപ്പിക്കുന്നു. ഈ പേരുകളൊക്കെ ഉണ്ട്. സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട പേരാണ്. സൂറത്തുൽ അബ്റാർ ഈ സൂറത്തിന്റെ വേറൊരു പേരാണ്. മഹാന്മാരെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. മഹാന്മാരാരാണ്? മഹാന്മാരുടെ ചർച്ച വരും ഇൻഷാ അല്ലാഹ്, നാളെ വരും, ഒന്നും വരൂല. സൂറത്തുൽ അബ്റാർ. അപ്പൊ മഹാന്മാരാകണം, അതിനും ഈ സൂറത്ത് ഓതി പഠിക്കണം.
ഈ സൂറത്ത് ഓതുന്നതിന് വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. കുറേ ഹദീസ് ഓതാനുണ്ട്, പക്ഷേ അത് മാത്രം മഹത്വം പറയുമ്പോൾ പിന്നെ തഫ്സീർ പറയാൻ കഴിയൂല. അതുകൊണ്ട് 1-2 ഹദീസ് മാത്രം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന ഒരു ഹദീസ് കാണാം. മൻ ഖറഅ സൂറത്ത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ എന്ന സൂറത്ത് ആരെങ്കിലും ഓതിയാൽ കാന ജസാഉഹു അലല്ലാഹി തആല ജന്നതൻ വഹരീറ. ആ സൂറത്ത് ഓതിയതിന് അല്ലാഹു തആല അവന് പകരം സ്വർഗം കൊടുക്കും. സ്വർഗത്തിലുള്ള നല്ല പുടവ, പട്ടുവസ്ത്രം, ദുനിയാവിലെ പട്ട് പോലെയല്ല സ്വർഗത്തിലെ പട്ട്. ദുനിയാവിലെ പട്ടിന് കാലാവധി ഇല്ലേ? ഉണ്ട്, അവിടുത്തെ കാലാവധി ഇല്ല. അവ നല്ല പട്ടുവസ്ത്രം അല്ലാഹു തആല അവനെ ധരിപ്പിക്കും. എല്ലാ വെള്ളിയാഴ്ചയും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിൽ ഓതിയിരുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. അപ്പോൾ ഓതണമെങ്കിൽ നമ്മൾ കാണാതെ പഠിക്കണം എന്നായി. അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു സൂറത്തും കൂടിയാണ് എന്നാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച 1ാമത്തെ റക്അത്തിൽ, വെള്ളിയാഴ്ച സുബ്ഹിന്റെ 1ാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം തൻസീൽ സജ്ദ സൂറത്ത് ഓതും, സുജൂദൊക്കെ ചെയ്ത്. അതാണ് ഓതേണ്ടത്. സബ്ബിസ്മി അല്ലാത്തയാക്കി ഒപ്പിച്ച് പോയാൽ പോരാ. അത് ഒരു ഇമാമിന്റെ ഒരഭിപ്രായം ഹാക്കഥ ഉണ്ട് അങ്ങനെ എന്ന്. പ്രബല അഭിപ്രായം അല്ല. അങ്ങനെയും ഓതാമെന്ന് ഫത്തുഹുൽ അല്ലാമിൽ ഒരു വരി. ഓതേണ്ടത് പ്രധാനമായിട്ടും വെള്ളിയാഴ്ച സുബ്ഹിയിൽ ഈ സൂറത്തുകളാണ്. സജ്ദ സൂറത്തും സൂറത്തു ദഹ്റും 2ാമത്തെ റക്അത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ ഓതും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓത്ത് അങ്ങനെ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മദീന പള്ളിയിൽ തങ്ങൾ ഓതുമ്പോ ആ ഓത്ത് കേട്ട് പള്ളിയുടെ ചുറ്റും താമസിക്കുന്ന സഹോദരിമാർ ഖുർആൻ ഹിഫ്ളാക്കിയിരുന്നു. അങ്ങനെ ഓത്ത് കേട്ടിട്ടാണ് പള്ളിയിൽ നിന്നുള്ളത്. ഒരു ബീവി പറഞ്ഞല്ല, ബീവിമാരെ സ്വഹാബി വനിതകളുടെ കൂട്ടത്തിൽ ഒരു മഹദി പറഞ്ഞു, ഞാൻ സൂറത്ത് ഖാഫ് ഹിഫ്ളാക്കിയത് വെള്ളിയാഴ്ച ഖുതുബയിൽ തങ്ങൾ ഓതുന്നത് കേട്ടിട്ടാണ്. നമ്മളവിടെ 2ാമത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ കിടന്നത്. 1ാം സ്റ്റേജ് നമുക്ക് വേണ്ട. നമ്മൾ 2ാമത്തെ സ്റ്റേജിലേക്ക്. അല്ലെങ്കിൽ ഒരായത്ത് ഓതാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. അവിടെ ആ ഓതുന്ന സ്ഥാനത്ത് ഓതേണ്ട ഇതാണ്. ഏത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അത് മുഴുവനായിട്ട് ഓതിയിരുന്നു. മുഴുവനായിട്ടും ആ സൂറത്ത് ഹിഫ്ളാക്കിയത് വെള്ളിയാഴ്ചയിൽ നിന്നുള്ള ഓത്ത് കേട്ടിട്ടാണ് എന്ന് സ്വഹാബി വനിതകളിൽപ്പെട്ട ഒരു മഹദി പറയുമ്പോൾ, ഈ മറക്കപ്പുറത്തിരിക്കുന്ന എൻ്റെ ഉമ്മമാരോട്, ഓൺലൈനിലൂടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോടും ഞാൻ പറയട്ടെ, പരമാവധി ഖുർആൻ ഹിഫ്ളാക്കാൻ കിട്ടുന്ന നേരത്ത് നിങ്ങൾ സമയം ഉപയോഗപ്പെടുത്തണം. ഖുർആൻ ഹിഫ്ളാക്കുന്നത് നമുക്ക് വലിയ ഖൈറാണ്. മുഴുവനും ഹിഫ്ളാക്കാൻ കഴിയില്ലെങ്കിൽ സുന്നത്തായ സൂറത്തുകളെങ്കിലും നമ്മൾ ഹിഫ്ളാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുറേ പ്രാവശ്യം ഇങ്ങനെ ഓതുമ്പോൾ ഹിഫ്ളാകും, ശരിയാണ്. അപ്പൊ ഞാൻ യാസീൻ സൂറത്ത്, ഇവിടുന്ന് യാസീൻ സൂറത്ത് ഏതെങ്കിലും ഒരു ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓതിയാൽ ഈ സദസ്സിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പറയും അങ്ങനെ എല്ലാവരും. എന്താ അങ്ങനെ പറയാൻ കാരണം? യാസീൻ നമ്മൾ ഇടക്കിടക്ക് ഓതിയിട്ടുള്ള ആ ഒരു പരിചയമാണത്. ആ ആയത്ത് അങ്ങനല്ല, തെറ്റിക്കണെന്ന് പറയും.
പോകട്ടെ, അൽക്കഹഫ് ഓതിയിട്ട് ഒരായത്ത് നിങ്ങൾ മാറിയാൽ തന്നെ പറയും ആ ആയത്ത് അങ്ങനല്ല എന്ന് പറയും. ആലിമ്രാനോ സൂറത്തു നിസാ ഓതി മാറി അങ്ങനെ പറയില്ല. കാരണം അതിനോടുള്ള ബന്ധം കുറവായതുകൊണ്ട്. പരിചയമുള്ള സൂറത്തുകൾ ഓതിയിട്ട് ഏതെങ്കിലും ഒന്ന് മാറി അപ്പൊ പറയും ആ ആയത്ത് മാറിയിട്ടുണ്ട്. ബാക്കിലെ മുഅ്മിനീങ്ങൾ പറയും. ഇപ്പൊ സബ്ബീസ്മ അങ്ങനെ ഓതുമ്പോ ഏതെങ്കിലും ഒരായത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറയും അവിടെ ഒരു ആയത്ത് മാറിയിട്ടോ എന്ന് പറയും. കറക്റ്റ് ഇപ്പൊ ഇരിക്കുന്ന ആളോട് നിങ്ങൾ സബ്ബീസ്മ 19 ആയത്തൊന്ന് ഓതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഓതാ ഒറ്റടിക്ക് കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഓതുന്ന ആൾ ആയത്ത് മാറിയാൽ അത് മാറിയിട്ടുണ്ട് എന്ന് പറയും. അത് കേട്ടിട്ടുള്ള ബന്ധമാണെങ്കിൽ ഓതിയാൽ ഖൽബിൽ അത് ഉറക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്ത് കൂടിയാണ്. വെള്ളിയാഴ്ച നമ്മുടെ ഉസ്താദുമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ശൈലിയും അങ്ങനെയാണ്. അഭിവന്യരായ ഗുരുവര്യർ ശൈഖുനാ ചിറീപ്പി ഉസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. വെള്ളിയാഴ്ച രാവിലെ ഉസ്താദ് സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ 2ാമത്തെ റക്അത്തിൽ ഈ സൂറത്ത് ഓതുക. സൂറത്തു ദഹ്ർ ഓതും. ഫുള്ളായിട്ട് ഓതും, ഹാഫല്ല ഫുള്ളായിട്ട് ഓതും. നിസ്കാരത്തിൽ അതിനാരെയും പെർമിറ്റൊന്നും വേണ്ട, അനുവാദമൊന്നും വേണ്ട, പള്ളി കമ്മിറ്റിന്റെ എഴുത്തൊന്നും വേണ്ട. ആരും കംപ്ലൈന്റോട് വരൂല, വരാൻ പാടില്ല. അത് ഇമാമിന് ഓതൽ സുന്നത്തുള്ളതാണ്. അവിടെ മേലധികാരം ആർക്കുമില്ല. അത് നല്ലതാണ്. എന്താ മോനെ കടി കുടിയില്ലേ, കുടിപ്പാനില്ലേ, അടിക്കാൻ മാത്രമേ ഉള്ളൂ ഉണ്ടോ? മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊടുക്കി എല്ലാവരും കൊടുക്കി. അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പോൾ നല്ലതാണ്, അടിക്ക ശ്രദ്ധിക്കുക ഇങ്ങോട്ട്. അപ്പോ സൂറത്തു ദഹ്ർ നമ്മൾ കാണാതെ പഠിക്കണം. സൂറത്തു ദഹ്ർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്തപ്പോ ഹബശികളിൽപ്പെട്ട എത്യോപ്യയിൽപ്പെട്ട ഒരു വ്യക്തി ഈ സൂറത്ത് ഇങ്ങനെ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു തആല ഞങ്ങളെക്കാളും വലിയ മഹത്വം തങ്ങൾക്ക് തന്നിട്ടുണ്ട്, നുബുവത്തും തന്നിട്ടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ തന്നിട്ടുണ്ട്. ഈ സൂറത്ത് ഇങ്ങനെ കേട്ടിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ട്. അഫറഅയ്ത ഇൻ ആമന്തു ബിമിസ്ലി മാ ആമന്ത ബിഹി വഅമിൽതു മിസ്ല മാ അമിൽത ബിഹി ഇന്നി ലകായിനും മഅക ഫിൽ ജന്ന. ചോദ്യം, തങ്ങൾ വിശ്വസിച്ചതുപോലെ ഞാനും വിശ്വസിച്ചാൽ, തങ്ങൾ ചെയ്യുന്ന അമലൊക്കെ ഞാനും ചെയ്താൽ തങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയോ നബിയെ? തങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കൂടാൻ പറ്റുമോ? തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഞാനും വിശ്വസിച്ചു എന്ന് കൂട്ടിക്കോളൂ. അതേപോലെ ഞാനും അമല് ചെയ്തു എന്നാൽ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിലെത്താനൊക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ. എന്താ അതിന് സംശയം? അതെ, ഞാൻ വിശ്വസിക്കും പോലെ നിങ്ങൾ വിശ്വസിച്ചാൽ, ഞാൻ അമല് ചെയ്യും പോലെ നിങ്ങളും അമല് ചെയ്താൽ എന്നോടൊപ്പം നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. പിന്നെ അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരാൾ വിശ്വസിച്ചാൽ, കാന ലഹു ബിഹാ അഹദുൻ ഇൻദല്ലാഹ്, വിശ്വാസത്തോടെ മൊഴിഞ്ഞ വ്യക്തിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അവനൊരു കരാറുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ അവനൊരു വാഗ്ദത്വം കിട്ടാനുണ്ട്, ചൊല്ലിയതിനും വിശ്വസിച്ചതിനും. എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ തന്നെ ഒരൊറ്റ സുബ്ഹാനല്ലാഹ്ക്ക് കതബല്ലാഹു ലഹു മിഅത അൽഫി ഹസന, 1,00,000 ഹസനത്ത് അള്ളാഹു രേഖപ്പെടുത്തും. അത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ, ആ സ്വഹാബി ചോദിച്ചു, ഹബശയിൽ നിന്ന് വന്ന സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനൊക്കെ വലിയ കൂലുണ്ടായിട്ട് പിന്നെങ്ങനെയാണ് കൈഫ നുഹ്ലകു ബഅദ ഹാദാ, ഇതിന് ശേഷവും നമ്മൾ താഴേക്കിടയിലെത്തുന്നത് എങ്ങനെയാ നബിയെ? ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1,00,000 ഉണ്ടെങ്കിൽ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 33 ലക്ഷമായില്ലേ?
ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1,00,000 രേഖപ്പെടുത്തുമെന്നല്ലേ പറഞ്ഞത്? ഒരു ദിവസം തന്നെ എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, എത്ര അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു, എത്ര അല്ലാഹു അക്ബർ ചൊല്ലുന്നു. പിന്നെ നമ്മൾ ചെയ്തത് താഴെയും ബാക്കിയുള്ളതൊക്കെ മുകളിലും ആകുന്നത് എങ്ങനെയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നർ റജുല യൗമൽ ഖിയാമത്തി ലയജീഉ ബിൽ അമൽ. ഒരു മനുഷ്യൻ ദുനിയാവിൽ നിന്ന് ചെയ്തു കൂട്ടിയ എല്ലാ കർമ്മങ്ങളോടൊപ്പവും ഖിയാമത്ത് നാളിൽ വരും. വന്നിട്ട് അവന്റെ കർമ്മകാണ്ഡം മുഴുവനും അല്ലാഹു തആല ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മലമുകളിൽ അതിന് വലിയ ഖനവും ഭാരവും ഉണ്ടാകും. പക്ഷേ അതിന്റെ നേരെ ഇപ്പുറത്ത് അല്ലാഹു ചെയ്ത നിഅമത്തുകളിൽ ഒരൊറ്റ നിഅമത്തിനെ അല്ലാഹു അങ്ങ് നിർത്തുമ്പോഴേക്ക് ഈ ചെയ്ത അമല് മുഴുവനും ആ നിഅമത്തിനോട് സമാനമായി കിട്ടൂല. ആ നിഅമത്ത് ഏറ്റവും ടോപ്പിലേക്ക്, ഉയരത്തിലേക്ക് പോകും. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരൊറ്റ അനുഗ്രഹം ഒരു ഭാഗത്ത് വെക്കുമ്പോ ഫതകാദു തസ്തംഫിദു ദാലിക കുല്ലു, ആ അമലുകൾ മുഴുവനും തായോട്ട് 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 പോകും. അല്ലാഹു ചെയ്ത നിഅമത്തോ മുകളിലേക്ക് പോകും. ഒരൊറ്റ നിഅമത്തിനോട് സമാനമാകാൻ ജീവിതകാലത്ത് മൊത്തം ചെയ്ത അമലുകൾക്ക് കഴിയില്ല. എന്നിട്ട് ഓതിക്കൊടുത്തു. അല്ലാഹു ചെയ്തത് നോക്ക്, വലിയൊരു അനുഗ്രഹം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറാ. ഒരൊറ്റ ആളും നിഷേധിക്കാത്തൊരു സംഭവമാണ് അല്ലാഹു മനുഷ്യനോട് ചോദിക്കുന്നത്. മുസ്ലിമിനോടല്ല, എല്ലാ മനുഷ്യരോടുമുള്ള ചോദ്യമാണ്. മനുഷ്യരെ, ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന് വന്നിട്ടില്ലയോ ഹീനും മിനദ്ദഹർ, ഒരു സമയം, ഒരു കാലം, ലം യകുൻ ശൈഅം മദ്കൂറാ, ആ കാലഘട്ടത്തിൽ മനുഷ്യൻ പറയാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ടില്ല. ഒരു വസ്തു എന്ന് മനുഷ്യനെ പറയാൻ പറ്റിയതായിട്ടില്ല. അങ്ങനെ ഒരു സന്ദർഭം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട്. ആരാണത് സമ്മതിക്കാത്തത്? സഹോദരങ്ങളെ, ചെറിയ ഒരു തുള്ളി, ഒരു ഇന്ദ്രിയ തുള്ളിയായി, ഒരു നുത്ഫത്തായിരുന്നില്ലേ മനുഷ്യൻ? പരിഗണിക്കുന്നൊരു വസ്തുവാണോ അത്? അല്ലല്ലോ. സൂക്ഷിച്ചു വെക്കുന്നൊരു വസ്തുവാണോ അത്? അല്ലല്ലോ. എവിടെയെങ്കിലും വസ്ത്രത്തിലായാൽ തന്നെ കഴുകി വൃത്തിയാക്കുന്നൊരു വസ്തുവല്ലേ അത്? ആരും വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു വെക്കുന്നൊരു സാധനം അല്ലല്ലോ. ഒരു ശൈഅ് എന്ന് പറയാൻ പറ്റിയതല്ലല്ലോ. എല്ലാ മനുഷ്യർക്കും ഒന്നും അല്ലാത്തൊരവസ്ഥ കഴിഞ്ഞു പോയിട്ട് പിന്നെ മനുഷ്യനെ മനുഷ്യനാക്കി അല്ലാഹു സംവിധാനിച്ചു എന്നത്, പടച്ചു എന്നത് എത്രമാത്രം വലിയ അനുഗ്രഹമാണ്. ആ സൃഷ്ടിപ്പിനോട് സമാനമാകുന്നൊരു അമല് മനുഷ്യന് നിർവഹിക്കാൻ പറ്റുമോ? ഇല്ലേ, ഇല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിനോട് കടപിടിക്കുന്ന ശുക്രിനൊക്കുന്നൊരൊറ്റ അമല് മനുഷ്യന് നിർവഹിക്കാനൊക്കുമോ? കാരണം മനുഷ്യൻ നേരത്തെ ആരാണ്? ഒന്നും അല്ലാത്തൊരു വസ്തുവാണ്. ലം യകുൻ ശൈഅം മദ്കൂറാ, പറയപ്പെടുന്നൊരു വസ്തുവായിരുന്നില്ല. പറയാനും പരിഗണിക്കാനും, പറയപ്പെടുന്ന പറഞ്ഞാൽ അതാ പരിഗണിക്കാൻ പറ്റിയൊരു വസ്തുവല്ല. നുത്ഫത്ത് എന്ന് പറയുന്നത് പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റിയൊരു വസ്തു അല്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് പല ഘട്ടങ്ങൾ മാറി, പല സംവിധാനങ്ങൾ രൂപപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിച്ചു സംവിധാനിച്ചു എന്നൊരൊറ്റ അനുഗ്രഹം തന്നെ ആ മനുഷ്യന്റെ ജീവിതകാലത്ത് മുഴുവനും ചെയ്ത അമലുകളോട് തട്ടിച്ചു നോക്കുമ്പോൾ ആ അനുഗ്രഹം ഏറ്റവും വലുതാണ്. മനുഷ്യൻ ചെയ്ത അമലുകൾ അതിനോടം എത്തുമോ? എത്തുകയില്ല. പിന്നെ ഈ സൂറത്തിന്റെ ഓരോ ഭാഗം ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ സ്വർഗത്തിനെ പറ്റി താഴെ പറയുന്നൊരു ആയത്ത് വരുന്നുണ്ട്. വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. ആയത്ത് വരുമ്പോ നമുക്ക് അവിടെ വിശദീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. ആ മനുഷ്യന് സ്വർഗം കാണുമ്പോ വല്ലാത്തൊരു കാഴ്ചയാണ്. ദുനിയാവിൽ അങ്ങനത്തെ ഒരു കാഴ്ചയില്ല. വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു സുഖം, വലിയൊരു ആനന്ദം, വലിയൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയും ആ കാഴ്ചയിൽ തന്നെ.
സാധാരണ ഒരു സുഖം അല്ല. എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? വർണ്ണിച്ചെങ്ങനെ തീർക്കാൻ കഴിയും? കാരണം ആ കാഴ്ചയെ പറ്റി പറയുന്നത് മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച എന്നല്ലേ. ദുനിയാവിൽ എത്ര സന്തോഷകരമായ ഒരു സ്ഥലം കണ്ടാലും, ഒരു രൂപം കണ്ടാലും, ഒരു അനുഭവം കിട്ടിയാലും ഒന്നും അതിനോടൊക്കുകയില്ല, സമാനമായതുണ്ടാവുകയില്ല. അങ്ങനെ ഒരു കാഴ്ച കാണാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ഹബശിയായ സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ തറാ ഐനി ഫിൽ ജന്നതി മാ തറാ ഐനുക്. നബിയേ, നിങ്ങളെ കണ്ണ് സ്വർഗത്തിൽ കാണുന്നത് എന്റെ കണ്ണും കാണുമോ നബിയേ? നിങ്ങളോടല്ലേ അല്ലാഹു തആല ആദ്യം ഈ ആയത്തിൽ പറഞ്ഞത്, വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. സ്വർഗത്തിലെത്തിയിട്ട് തങ്ങൾ കാണുമ്പോൾ ഒരു കാഴ്ച കാണും, അതൊരു സാധാ കാഴ്ചയല്ല എന്ന് തങ്ങളോടല്ലേ പറഞ്ഞത്. അതേ കാഴ്ച എന്റെ കണ്ണിനും കാണാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ കാണാൻ പറ്റും. അത് കേട്ടപ്പോ ഹബശിയായ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുപോയി, കണ്ണീരിങ്ങനെ ഒഴുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ ജനാസയിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ നബിയെ പ്രത്യേകം പരിഗണിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നത്, അള്ളാഹു സംവിധാനിച്ച പാരത്രിക ലോകത്തെ അനുഗ്രഹങ്ങളെ കാണാനും സന്തോഷിക്കാനും ദുനിയാവിൽ ഏറെ മോഹിച്ചു നടന്ന ഒരു മഹാനാണ്. ദുനിയാവിലെ കാഴ്ചയല്ല അദ്ദേഹം കൂടുതൽ ഇഷ്ടം വെച്ചത്. എന്റെ കണ്ണ് കാണുന്നത് എനിക്കും കാണാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചില്ലേ, അത് സ്വർഗത്തിലുള്ള കാഴ്ചയാണ്. ആ ഒരു മോഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച ആളാണ്. അപ്പൊ ദുനിയാവിനെക്കാളും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സന്തോഷവും ചിത്രവും ആഗ്രഹവും പരലോകമായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഖബറിലേക്ക് എന്റെ കൈകൊണ്ട് ഇറക്കി വെക്കാൻ ആഗ്രഹിച്ചതും അതിനുവേണ്ടി ഒരുങ്ങിയതും. എല്ലാവരെയും ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല. പക്ഷെ ചില പ്രത്യേകക്കാരെ തങ്ങളെ കൈകൊണ്ട് തന്നെ താഴോട്ട് വെച്ചിട്ടുണ്ട്, പ്രത്യേക പരിഗണനയോടുകൂടെ. അതിൽ സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ട്, പ്രത്യേക പരിഗണനയോടുകൂടെ. അതിന് പ്രത്യേക കാരണങ്ങളുണ്ടാകും. ഇവിടെ പറഞ്ഞ കാരണം ഇതാണ്. സൂറത്തു ദഹ്ർ ഓതിക്കേട്ടപ്പോ ഹബശിയായ ആ മഹാന്റെ മനസ്സിൽ പരലോകം വല്ലാതെ കടന്നുകൂടിയിട്ടുള്ള സന്തോഷം. ഇവിടെ ഇപ്പൊ ഈ 4 ആയത്ത് ഇങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ താഴോട്ട് മൊത്തം വിവരിക്കുന്നത് പാരത്രിക ലോകത്തെ വിവിധ അവസ്ഥകളാണ്. അല്ലാഹു തആല പരലോകത്തുള്ള സന്തോഷം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കത്തിലുള്ള ഈ ആയത്തുകൾ കഴിഞ്ഞ് 4 ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓരോ സ്റ്റെപ്പും അതാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ. മനുഷ്യന് ഒരു കാലം കഴിഞ്ഞിട്ടില്ലയോ? അല്ലാഹു തആല ചോദിക്കുന്നു, ഒരു കാലം എന്ന് പറഞ്ഞാൽ എത്ര? ഹീനും മിനദ്ദഹർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ചില പണ്ഡിതന്മാര് പറഞ്ഞു, അതേ 1 വർഷമാണ്. അതല്ല, അതിന്റെ സമയം നിശ്ചയിക്കാൻ കഴിയൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ പറഞ്ഞ ഹീനു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീണ്ട ഒരു കാലമാണ്. അതിന്റെ അളവ് എത്രയാണ് എന്ന് അറിയപ്പെടാൻ പറ്റൂല. കാരണം മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണമായിട്ട് അല്ലാഹു തആല പടക്കുന്ന നുത്ഫത്ത്, ആ നുത്ഫത്ത് ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടാൻ ആവശ്യമായ രൂപത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യന്റെ ശരീരത്തിന്റെ തലങ്ങളിലേക്ക് ചേർന്നു വരണം. മുതുകിലേക്ക് ആ രൂപത്തിലേക്ക് പ്രവേശിക്കണം. അതിന് ഒരു ഭക്ഷ്യവസ്തു മതിയോ? പോരാ. ഒരു തരത്തിലുള്ള പാനീയം മതിയോ? അതും പോരാ. വിവിധ തരത്തിൽ മണ്ണുമായി ചേർന്നിരിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പാനീയങ്ങളും ധാന്യങ്ങളും ഒക്കെ മനുഷ്യന്റെ ശരീരത്തിലെത്തിയിട്ട് അവന്റെ മുതുകിൽ അല്ലാഹു തആല ഇതിനെ സംവിധാനിക്കുന്നു. നിങ്ങൾ നോക്ക്, മക്കളും പേരമക്കളും
ഒരാളെ മുതുകിൽ അല്ലാഹു തആല സംവിധാനിക്കുമ്പോ അതിനാ മനുഷ്യന്റെ ശരീരത്തിൽ അത് രൂപപ്പെട്ടു വരുന്നതിന് എത്ര കാലം എന്ന് കറക്റ്റായി നമുക്കതിന്റെ അളവ് കണക്കാക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എത്രയാണ് എന്ന് പറയാൻ പറ്റൂല, അറിയപ്പെടാത്തൊരു അളവാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറാ. പറയപ്പെടാൻ പറ്റുന്ന, പരിഗണിക്കാൻ പറ്റുന്ന ഒരു വസ്തു അല്ലാത്ത ഒരു സമയം മനുഷ്യർക്ക് മൊത്തത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ട്. അതെത്രയാണ് എന്ന് കറക്റ്റായി പറയാൻ കഴിയൂല. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് 40 വർഷമാണ് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അഭിപ്രായം മിക്ക ഖുർആൻ മുഫസ്സിറുകളും മുന്തിച്ചുകൊണ്ട് പറഞ്ഞു, എത്രയാണ് എന്ന് അതിന്റെ അളവ് നിശ്ചയിച്ചു പറയാൻ കഴിയൂല. എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്? ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചു, മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചു സംവിധാനിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് പടച്ച് സംവിധാനിച്ചു. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ശേഷമുള്ള പരമ്പരകളെ മൊത്തം സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് മിൻ നുത്ഫത്തിൻ അംശാജ്, പലതും കൂടിക്കലർന്ന നുത്ഫത്തിൽ നിന്നാണ്. നുത്ഫത്ത് ഇന്ദ്രിയത്തുള്ളി, ബീജത്തുള്ളി എന്നൊക്കെ പറയാം. പക്ഷേ അത് തനിച്ചല്ല സഹോദരങ്ങളെ. അംശാജ് പലതും കൂടിക്കലർന്നതാണ്. എന്തൊക്കെ കൂടിക്കലർന്നിട്ടുണ്ട്? കൂടിക്കലർന്നത്, ചിലര് പറഞ്ഞു കൂടിക്കലർന്നത് ആണിന്റെയും പെണ്ണിന്റെയും ഇന്ദ്രിയത്തുള്ളികളാണ് കൂടിക്കലർന്നത്. പക്ഷേ പണ്ഡിതന്മാര് പറഞ്ഞു അത് മാത്രമായി പറയാൻ പറ്റില്ല. പിന്നെയോ ഒരു മനുഷ്യൻ ഉണ്ടായിത്തീരേണ്ടതിന് ആവശ്യമായ അവന്റെ ശരീരത്തിന്റെ വിവിധ വിശേഷണങ്ങൾ, നിറവും അവന്റെ ശരീരത്തിന്റെ നൈർമല്യവും അവന്റെ ശരീരത്തിന്റെ ഭാരവും കട്ടിയും സ്വഭാവവും വ്യത്യസ്ത രൂപത്തിലല്ലേ, എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ. അതൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുണ്ടതില്. അതെന്തേ അങ്ങനെ പറയാൻ കാരണം? ഒരു ബാപ്പക്കന്നെ 4 മക്കളുണ്ടായി, 4ഉം ഒരേ രൂപത്തിലായി എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഉണ്ടാകൂലല്ലോ. ഓരോന്നിനും അല്ലാഹു തആല വ്യത്യസ്തത നൽകിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയോ? ഉണ്ട് എന്ന് സമ്മതിക്കും എല്ലാവരും. ഓരോരുത്തരുടെയും ഒരു കോഡ് പരിശോധിച്ചു നോക്കൂ. തള്ള വിരലിൽ അല്ലാഹു തആല സംവിധാനിച്ച് ഒന്ന് മാത്രം പറയാ, ബാക്കിയുള്ളതൊന്നും എടുക്കണ്ട. തള്ള വിരലിൽ അല്ലാഹു തആല സംവിധാനിച്ച് വെച്ചിരിക്കുന്ന ഒരു കോഡ്, സഹോദരങ്ങളെ, 1000 പേര് ഒരുമിച്ചാൽ ഒന്നിനോട് സാമ്യതയുള്ള മറ്റൊന്നിനെ കണ്ടെത്താൻ ഇല്ല. ഇനി 1,00,000 അങ്ങനെ വരിക്ക് വെക്കുന്നത് എന്ന് വെച്ചോളൂ. ആ 1,00,000-ൽ ഒന്നിനോടൊക്കുന്ന മറ്റൊന്നുണ്ടോ? ഇല്ല, വേറെയാണ്. അപ്പൊ ഒരാളെ സംവിധാനിക്കുന്നതിൽ ഉള്ള നിറവും രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ വ്യത്യാസം. അതുകൊണ്ടല്ല നിങ്ങൾ നോക്ക്, ഒരു ഉപ്പയിൽ നിന്ന് 10 മക്കൾ ജനിച്ചാൽ, ഒരു ഉപ്പാക്കും ഉമ്മാക്കും 10 മക്കളുണ്ടായാൽ ആ 10 മക്കളുടെയും നിറത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ചൂടും തണുപ്പും വ്യത്യാസമുണ്ടോ? ഉണ്ട്. ചൂടും തണുപ്പും മനസ്സിലാവും. ചൂടും തണുപ്പും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ശരീരത്തിന്റെ പ്രകൃതിയിൽ, ഘടനയിൽ അല്ലാഹു തആല വ്യത്യാസം നൽകിയിട്ടുണ്ടോ? വ്യത്യാസം നൽകിയിട്ടുണ്ട്. ഒന്നിനോട് സമാനമാകുന്ന ഒന്നല്ല മറ്റൊരാൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അപ്പൊ നുത്ഫത്തിൻ അംശാജ്, പലതും കൂടിക്കലർന്നിട്ടുള്ള, പല നിറവും സ്വഭാവങ്ങളും രൂപങ്ങളും കൂടിക്കലർന്നിട്ടുള്ള ഒരു നുത്ഫ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഒരു നുത്ഫത്ത് തന്നെയാണ് തരം മാറുന്നത്. എന്നിട്ട് അല്ലാഹു തആല നുത്ഫത്തിനെ പറ്റി ഇങ്ങനെ മാറ്റി മാറ്റി വിശദീകരിച്ചില്ലേ. സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ, നുത്ഫത്താണ് മാറിയത് അലഖത്തായി. ഫഖലഖനൽ അലഖത മുൽഗതൻ, രക്തക്കട്ടയായി. ഒരു ചാൻസ് മാറി 40 ദിവസം.
അടുത്ത 40 ദിവസമാകുമ്പോ മുദ്ഗത്തൻ ഒരു മാംസപിണ്ഡമായി. ഫസുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമാ. പിന്നെ ആ മാംസകഷ്ണങ്ങളിൽ വിവിധ ഭാഗങ്ങളിലേക്ക് എല്ലുകൾ അല്ലാഹു തആല ചേർത്ത് വെച്ചു. അപ്പൊ ആ എല്ലുകൾക്കോ പിന്നൊരു 40 ദിവസം കൂടി കഴിഞ്ഞപ്പോ ഫകസൗനൽ ഇളാമ ലഹ്മാ, അസ്ഥികളെ മാംസങ്ങളെ കൊണ്ട് നമ്മൾ പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നൊരൊത്ത രൂപം റെഡിയായി അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. എല്ലാം ഒരേ നിലക്കല്ല, വിവിധ രൂപങ്ങൾ കടന്നിട്ടാണ്. അപ്പൊ നേരത്തെയുള്ള ഒരു നുത്ഫത്ത് 40 കഴിഞ്ഞപ്പോ തരം മാറിയിട്ട് ഒരു ഉപഭാവങ്ങൾ മാറി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു തആലാന്റെ സൃഷ്ടിപ്പിന്റെ ഘടന എന്തൊരു സുന്ദരമായ രൂപത്തിലാണ് അല്ലാഹു തആല ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയത്. ആ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കൂ, ശരീരത്തിന്റെ ഭാരം കൂടുന്നുണ്ട്. അതേ ഗർഭധാരണം നടത്തുന്ന സഹോദരി 2 മാസമാകുമ്പോഴുള്ള അവസ്ഥയല്ല 4-ാം മാസത്തില്, 4 മാസമാകുമ്പോഴുള്ള അവസ്ഥയല്ലല്ലോ 6-ാം മാസത്തില്, 6 മാസമാകുമ്പോഴുള്ള അവസ്ഥയല്ലല്ലോ 8-ാം മാസത്തില്. കനവും രൂപവും ഭാവവും ഒക്കെ മാറുന്നുണ്ട്. എന്തേ കാരണം? നേരത്തെ ഉണ്ടായിരുന്ന ഒരു നുത്ഫത്തിനെ വിവിധ തലങ്ങളിലേക്ക് അല്ലാഹു തആല മാറ്റം വരുത്തി. നുത്ഫത്തിൻ അംശാജ്, വെറും ഒരു ഇന്ദ്രിയത്തുള്ളി എന്ന് പറയരുത്, ഒരു ബീജത്തുള്ളി എന്ന് പറയരുത്. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന്, പരിഗണിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്നറിയോ? മനുഷ്യരായ നമ്മൾ ദുർബലമായ ഒരവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ഈ രൂപത്തിലേക്ക്. അല്ലാഹു തആലാന്റെ ഒരു ഖുദ്റത്ത് നമ്മുടെ സൃഷ്ടിപ്പിലൂടെ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാ മനുഷ്യരെയും മനുഷ്യന്റെ സൃഷ്ടിപ്പിലൂടെ, ആ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അല്ലാഹു തആലാന്റെ ഖുദ്റത്തിനെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, ദുർബലമായ ഒരു വസ്തുവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വളരെ ദുർബലം, ബലഹീനമായ ഒരു വസ്തു. പിന്നെ ആ ബലഹീനമായ വസ്തുവിന് ശക്തിയും രൂപവും ഭാവങ്ങളൊക്കെ നൽകിയിട്ട് പരിവർത്തനം നൽകി അല്ലാഹു തആല വിവിധ ഘട്ടങ്ങളിലേക്ക് അതിനെ മാറ്റി. അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് എത്ര വലുതാണ്! റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് പോലെ, അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് പോലെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന്, ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ നിന്ന് ഈ പറയുന്ന രൂപത്തിലുള്ള നുത്ഫത്ത് സ്വീകരിച്ചുകൊണ്ട് പരിവർത്തനം വരുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു കുറെ ആളുകൾ. എന്നിട്ട് അങ്ങനെ ഒരു ശിശുവിനെ ക്രമീകരിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നവർ പറഞ്ഞു. ഇനി സൂക്ഷ്മമായിട്ട് അങ്ങനെ ചെയ്താലും അതിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ആ അടിസ്ഥാന തലം അത് സൃഷ്ടിച്ചതാരാ? അല്ലാഹു തആല. രൂപകൽപ്പന നൽകിയിട്ട് അതൊന്നും ഉണ്ടാക്കാൻ കഴിയുമോ? വിവിധ വളമൊക്കെ ചേർത്തിട്ട് നുത്ഫത്ത്, പുതിയ മോഡൽ, ഇന്ത്യൻ നിർമ്മിതമായൊരു നുത്ഫത്ത്, ജാപ്പാൻ നിർമ്മിതമായ നുത്ഫത്ത്, ഇങ്ങനെ അല്ല. ഇനിയിപ്പോ അങ്ങനെയാണ് പറയണമെങ്കിൽ, എല്ലാം കൂടി മനുഷ്യൻ തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ, മനുഷ്യനാണ് ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ മൊത്തം. ഇപ്പൊ ആൾക്കാരൊക്കെ ഈ റോബോട്ട് കാണുമ്പോഴേക്ക് ആൾക്കാരൊക്കെ വല്ല അജബോടെ നോക്കുന്നു. ആ അജബോടെ നോക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ചിരി വരിക. മനുഷ്യന്മാരെന്തിനാണ് ഈ യന്ത്രം കാണുമ്പോൾ അങ്ങനെ അജബോടെ നോക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ചിന്തിക്കാനും പഠിക്കാനും എത്രമാത്രം തലങ്ങൾ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ആലോചിച്ചൂടെ മനുഷ്യന്? മനുഷ്യന്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കൂ, എത്രമാത്രം കാര്യങ്ങൾ അവന്റെ ശരീരത്തിൽ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പ്രാപഞ്ചിക ലോകത്ത്, ഭൂമിയിലും ആകാശത്തിലും ബഹിരാകാശങ്ങളും പലയിടങ്ങളിലും
അവിടെ മാത്രല്ല, വഫീ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിലും. നമ്മളെ ശരീരങ്ങളിൽ എത്രമാത്രം അടയാളങ്ങളുണ്ട്! അള്ളാഹുവിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും എത്രമാത്രം അടയാളങ്ങളുണ്ട് സഹോദരങ്ങളെ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങൾ നോക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ അല്ലാഹു തആല ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് അതിനെ തരംതിരിച്ചു വിടുന്നത് നോക്ക് നിങ്ങൾ. രക്തമായിട്ട് വേറെ ഒരു ഭാഗത്തിലൂടെ നാം കുടിച്ച ശുദ്ധജലം പുറത്തേക്ക് പുറംതള്ളാൻ പറ്റുന്ന മലിനജലമായിട്ട്, അതിൽ നിന്ന് തന്നെ ഒരു ഭാഗം പിത്തത്തിലേക്ക്, വേറെ ഒന്ന് നീരിലേക്ക്, വേറെ ഒന്ന് ശരീരത്തിന്റെ നെയ്പ്പാടയിലേക്ക്, വേറെ ഒന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെണുപ്പുകളിലും മറ്റും അല്ലാഹു തആല ഒരുക്കൂട്ടി വെച്ചിരിക്കുന്ന, അതിനെ ഘടിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിന്റ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, ക്രമീകരിക്കുന്ന അതിന്റെ ആ ഊർജത്തിലേക്ക് അങ്ങോട്ട് കുറച്ച് ഏതെല്ലാം ഭാഗങ്ങളിലേക്കാണ് അത് തന്നെ തരംതിരിഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾ കടിക്കുന്നത് ഒരാൾ ഉള്ളിലേക്ക്, അയാളെ ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക്, വയറിന്റെ ഭാഗത്തേക്ക് തുള്ളി ഒന്ന് ചവക്കാതെ അരക്കാതെ അങ്ങോട്ട് വിഴുങ്ങിന്ന് കൂട്ടിക്കോളും. നല്ല കട്ടിയും ഘനവും ഉള്ളത്. അതിനൊന്ന് അരച്ച് റെഡിയാക്കി പാകപ്പെടുത്തി പുറത്തേക്ക് തള്ളുന്നതിന് മെഷീനിന്റെ എന്തെങ്കിലും സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ടോ? ഒരു 1/2 കിലോ ഗോതമ്പ് പൊടിക്കുമ്പോ എന്തൊരു ഒച്ചയുണ്ട്! 1/2 കിലോ മുളക് ഇപ്പൊ പിന്നെ പെരുന്നാളായിട്ട് മുളകല്ല, റമളാനായിട്ട് മുളകും മല്ലിയൊക്കെ പൊടിക്കല്ലേ, എന്തൊരു ശബ്ദമുണ്ട്! ഈ മനുഷ്യൻ ഭക്ഷണം ഉള്ളിലേക്ക് കഴിച്ചത് അവന്റെ നാവിലിട്ടോ വായിലിട്ടോ ഒന്നും അരക്കാതെ വിഴുങ്ങി അങ്ങോട്ട്, അങ്ങനെ വിഴുങ്ങി. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ താഴോട്ട് വരുന്നത്. ഏതെല്ലാം തരത്തിലേക്കാണ് അല്ലാഹു തആല അതിനെ തരംതിരിക്കുന്നത്! ഉള്ളിൽ എത്രമാത്രം അറകളാണ് അല്ലാഹു തആല ഫിറ്റ് ചെയ്തിരിക്കുന്നത്! ആ സംവിധാനങ്ങളെ പറ്റി ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ സമ്മതിക്കാതിരിക്കാൻ മനുഷ്യന് കഴിയുമോ? ഇല്ല. ഏറ്റവും വലിയ ഖുദ്റത്ത് മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. എത്ര ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനാണെങ്കിലും സഹോദരങ്ങളെ, അവന്റെ ശരീരത്തിന് അല്ലാഹു തആല ഒരു പ്രതികരണ ശേഷി അല്ലാഹു കൊടുക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് അവനോട് ചോദിക്കാണ്, ഇന്നലെ ഒരു വലിയ ഉറുമ്പ്, നല്ല കട്ടിയും കനവുള്ള ഉറുമ്പ്, കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഉറുമ്പില്ലേ, ആ ഉറുമ്പ് നിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറിയപ്പോ ഞാനിങ്ങനെ നോക്കി, നീ എന്താ ചെയ്യുന്നത്? അപ്പോ കാലിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ കയറി ഏകദേശം മുട്ടുംകാലിന്റെ മേലോട്ട് കയറിയപ്പോ കാലുകൊണ്ട് നീ ഒന്ന് പ്രതികരിച്ചു. കാലുകൊണ്ട് നിന്റെ ആ പ്രതികരണം കാണുമ്പോ ഒരു സ്റ്റേജിൽ ഒരു ഡാൻസ് അവതരിപ്പിക്കാൻ പറ്റും. ആ രൂപത്തിൽ ആ 2 കാലുകൊണ്ടും നീ പ്രതികരിച്ചത്. അദ്ദേഹം പറയാം, അങ്ങനൊക്കെ ഞാൻ പ്രതികരിച്ചോ? ഇല്ലല്ലോ, ഇങ്ങനെ ഉറക്കത്തിന് ഞാറുണ്ട്. എന്താ നോക്ക്, മൊബൈല് നിന്റെ ആ കാലുകൊണ്ടുള്ള എക്സസൈസ്. അപ്പൊ അയാൾ, പടച്ചോനെ, ഇങ്ങനെ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയിട്ടും ഞാൻ അറിഞ്ഞില്ല, എന്റെ ഉറക്കിന് യാതൊരു തകരാറും വന്നില്ലല്ലോ. പിന്നെ ആ ഉറുമ്പ് നേരെ നിന്റെ ദേഹത്തിലേക്ക്, നിന്റെ വയറിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോ നിന്റെ കൈ കൊണ്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തെറിച്ചു വീണ് പിന്നെ അത് എത്തുന്നു നിന്റെ ശരീരത്തിന്റെ കക്ഷഭാഗത്തേക്ക്. അപ്പൊ നീ കൊടയുന്നു, വല്ലാത്ത കൊടയിൽ, നിന്റെ തിരിച്ചിലും മറിച്ചിലും കാണണ്ടേ, എന്താണ് ആ എക്സസൈസ് ഒക്കെ. പിന്നെ അത് തലയിലേക്ക് കയറുന്നു, തലയിൽ ആകമാനം നീ തലയിൽ മുഴുവനും കൈകളെ കൊണ്ട് നീ മാന്തി കൊടയുന്നു. നിന്റെ കാതിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയ സമയത്ത് കാതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കി. കണ്ണിന്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കാൻ കണ്ണ് തുറന്നിട്ടാണ് നീ കിടക്കുന്നത്. അസ്ഹാബുൽ ഗഫിന്റെ കണ്ണ് തുറന്നിങ്ങനെ കിടക്കുക. അപ്പൊ കണ്ണിലേക്ക് പോകാൻ നോക്കുമ്പോ നിന്റെ കണ്ണിന്റെ 2 ഭാഗത്തും കാവൽക്കാരായി അല്ലാഹു തആല വെച്ചിരിക്കുന്ന 2 ഇമകൾ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. അതിന്റെ മുകളിലുള്ള പുരികം, അതും ഇവരൊക്കെ കൂടിയിട്ട് അതിനെ താഴോട്ട് തട്ടി. പിന്നെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു മൂക്കുണ്ട്. ആ മൂക്കിലേക്ക് കയറാൻ നോക്കിയപ്പോ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് സാധാരണ ഒരു പൈപ്പൊന്നും ഈ രൂപത്തിലുള്ള ഫോഴ്സ് ഉള്ള ശ്വാസം വരില്ല, വല്ലാത്ത ശ്വാസം ഒന്ന് തെറിപ്പിച്ചു അതിനെ. ഇതൊക്കെ ആ മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ ആ മനുഷ്യന്റെ ആ ഉറക്കത്തിൽ 1.5 മണിക്കൂർ നേരം
ഇങ്ങനെ ഈ രൂപഭാവങ്ങളൊക്കെ സ്വീകരിച്ചിട്ടും അവനോട് ചോദിക്കാൻ നീ വല്ലതും അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ല. ഉറക്കിന് വല്ല തകരാറ്? ഒരു തകരാറുണ്ടായില്ല. നീ അറിഞ്ഞില്ല? ഒരു തകരാറുണ്ടായില്ല. അപ്പൊ അല്ലാഹുത്തആല എന്താണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹുത്തആല വെച്ച പ്രതികരണത്തിന്റെ ശേഷി എന്താണ് അതിന്റെ കഴിവെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കാവൽക്കാരെ അല്ലാഹുത്തആല വേറെ നിർത്തി, അത് ശരി. പക്ഷെ ശരീരം പ്രതികരിക്കുന്നല്ലോ. എത്രമാത്രം വലിയ ഒരു സൗന്ദര്യമാണ് മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹുത്തആല വെച്ചിരിക്കുന്നത്. ഇതേ രൂപത്തിൽ പ്രതികരിക്കാൻ എല്ലാ ജീവികൾക്കും ആകുമോ? ആകില്ല. മനുഷ്യനെ പോലെ ഉറങ്ങുന്ന വേറെയും കുറെ ജീവികളുണ്ട്. ആ ജീവികൾക്കൊക്കെ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയുമോ? ഇല്ല സഹോദരങ്ങളെ. ചിലതിന്റെ ഉള്ളിലേക്കൊക്കെ ഈ രൂപത്തിലുള്ള ഒരു ഉറുമ്പ് കയറിയാൽ തന്നെ അത് മൗത്തായി പോകും. വലിയ ജീവി, മനുഷ്യനെക്കാളും വലിയ ജീവിയാന്ന് കൂട്ടിക്കോളൂ. ആന എത്ര വലിയ തടിയുണ്ട്. തുമ്പിക്കൈയിലൂടെ ഒരു ചെറിയ ഉറുമ്പങ്ങോട്ട് കയറിയിട്ട് അതിന്റെ തരിമൂക്കിലെത്തിയിട്ട് അതിന് ശ്വാസം കിട്ടാതെ അത് പെടഞ്ഞുകൊണ്ട് അതങ്ങ് മരിക്കുന്നു എന്നല്ലാതെ പ്രതികരിക്കാനോ തുരത്താനോ അതിന് മാർഗമുണ്ടാകില്ല, കുറവാണ്. മറ്റു ജീവജാലങ്ങൾ മനുഷ്യനെ പോലെയുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കാൻ ധാരാളം ഉണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, വിവിധ വിഷയങ്ങൾ കൂടിക്കലർന്ന നുത്ഫത്തിൽ നിന്നാണ് മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത്. എന്തിനാ സഹോദരങ്ങളെ അല്ലാഹു തആല ഇങ്ങനെ സംവിധാനിച്ചത്? വിവിധ രൂപഭാവങ്ങളും വിഷയങ്ങളൊക്കെ മനുഷ്യനെ തന്നതെന്തിനാ? നമ്മളെ പടച്ചതെന്തിനാണ്? പടച്ച ലക്ഷ്യമാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ പടച്ചത് ഈ ദുനിയാവിൽ സുഖിക്കാനാണോ? അല്ല. നബ്തലീ, നമ്മളെ പടച്ചിരിക്കുന്നത് നാം മനുഷ്യനെ പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. അതാണ് ലക്ഷ്യം. പരീക്ഷിക്കാനാണ് അല്ലാഹു തആല നമ്മളെ പടച്ച് സംവിധാനിച്ചിരിക്കുന്നത്. പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു ആദ്യമായി ഒരുക്കിയ മാർഗം എന്താണ്? ഫജഅൽനാഹു സമീഅൻ ബസീറാ, മനുഷ്യനെ നല്ല പക്വമതിയാക്കി മാറ്റി. പരീക്ഷണ ബോധം മനുഷ്യന് നൽകി. ഫജഅൽനാഹു സമീഅൻ ബസീറാ, കേൾവിക്കാരനും കാഴ്ചക്കാരനും എന്ന് മാത്രമല്ല, ഉൾക്കൊള്ളാനുള്ള കഴിവ് മനുഷ്യന് നാം നൽകി. അതാണ് സമീഅൻ ബസീറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ഇങ്ങനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് രണ്ട് രൂപത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. സംഉം ബസറും ആ രൂപത്തിലാണ്. ദൃശ്യങ്ങൾ കാണുമ്പോ പഠിക്കാനുള്ള കഴിവുണ്ട്. വെറും ഒരു കാഴ്ചക്കല്ല അള്ളാഹു നമ്മുടെ കണ്ണ് തന്നിരിക്കുന്നത്. കാണാൻ വേണ്ടി മാത്രമാണോ ആ കണ്ണിന്റെ കഴിവുള്ളത്? അല്ല. കണ്ട് മനസ്സിലാക്കുക എന്നൊരു കഴിവുണ്ട്, കേട്ട് മനസ്സിലാക്കുക എന്നൊരു കഴിവുണ്ട്. രണ്ട് കഴിവുകളാണ് സഹോദരങ്ങളെയാ പറയുന്നത്. അല്ലാതെ ശരീരത്തിന്റെ സൗന്ദര്യമായിട്ടുള്ള മാർഗങ്ങളാണോ? അല്ല. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ സമീഅൻ ബസീറാ എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി. സംഉം ബസറും എന്ന് പറഞ്ഞത് പരീക്ഷണത്തിന്റെ രണ്ട് മാർഗങ്ങളാണ്. പരീക്ഷിക്കാനുള്ള കഴിവാണ് അള്ളാഹു നൽകിയത്. അതേ ഉൾക്കൊള്ളാനുള്ള കഴിവ്, അതിനെ സംബന്ധിച്ച് അവ്യക്തമായി പറഞ്ഞ രണ്ട് ഭാഷയാണ്. ഫഹ്മു തമ്മീസിന്റെ രണ്ട് ശൈലി, പക്വതയോടെ മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യന്മാർക്കൊക്കെ നൽകിയിട്ടുണ്ട്. എന്തിനാണ് ആ കഴിവ് നൽകിയത്? നബ്തലീ, പരീക്ഷിക്കാൻ. നമ്മളെ ഇവിടെ പടച്ചിട്ട് അല്ലാഹു തആല സംവിധാനങ്ങളൊക്കെ നമ്മിൽ ഒരുക്കി തന്നത് സുഖിക്കാനല്ല. ദുനിയാവിൽ ഒരു പരീക്ഷണമായ ജീവിതം അല്ലാഹു തആല നമുക്ക് തരുന്നു, വിജയിച്ച് കയറാനാണ്. അതിനിനി ഒരു മാർഗം കൂടി വേണം. ഉൾക്കൊള്ളാനും മറ്റുള്ള മാർഗം മാത്രം പോരാ, പിന്നെന്ത് വേണം? സെലക്ഷൻ ഉള്ള മാർഗം കൂടി മുന്നോട്ട് തരണം. അതാണ് അടുത്ത ആയത്ത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഇന്നാ ഹദൈനാഹു സബീൽ, മനുഷ്യന് നാം വഴി കാണിച്ചു കൊടുത്തു. മനുഷ്യന് നാം യഥാർത്ഥ റൂട്ട് കാണിച്ചു കൊടുത്തു. അവന്റെ മുന്നില് റൂട്ട് ഇതാണ്.
ഇതാണ് സ്വീകരിക്കേണ്ട റൂട്ട്. പക്ഷേ റൂട്ട് വരച്ച് കാണിച്ചു കൊടുത്താലും മനുഷ്യന്റെ സ്വഭാവം രണ്ട് രൂപത്തിലാണ്. ഇമ്മാ ഷാക്കിറൻ, ഒന്നുകിൽ നന്ദിയുള്ളവനായി അത് സ്വീകരിച്ച് ആ മാർഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങും. വ ഇമ്മാ കഫൂറാ, അല്ലെങ്കിലോ നന്ദി കെട്ടവനായി, നന്ദികേട് പ്രവർത്തിക്കുന്നവനായി ആ മാർഗം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോകും. രണ്ടാലൊരു സ്വഭാവത്തിലേക്ക് മനുഷ്യൻ പോകും. എല്ലാ മനുഷ്യന്മാർക്കും ഉൾക്കൊള്ളാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, ആ കഴിവ് അല്ലാഹു തആല നൽകാത്തതൊന്നുമില്ല. സമഉം ബസറും പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലി അന്നഹുമാ അഅ്ലമുൽ ഹവാസി വ അഷ്റഫുഹാ, പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും സമഉം ബസറുമാണ്. അതുകൊണ്ടാണ് സമഉം ബസറും പ്രത്യേകം എടുത്തു പറഞ്ഞത്. മനുഷ്യനെ ഈ കഴിവൊക്കെ അല്ലാഹു തആല നൽകിയിട്ട് മനുഷ്യനെ സംവിധാനിച്ചു. കേൾക്കാനുള്ള കഴിവുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, കാണാനുള്ള കഴിവുണ്ട്, ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. മനുഷ്യൻ അങ്ങോട്ട് പടച്ചു വിട്ടതല്ല. നിങ്ങൾ നോക്ക്, ജീവികളെ അല്ലാഹു തആല പടച്ചിട്ടുണ്ട്, ശരിയാണ്. ജീവികളെ അല്ലാഹു തആല പടച്ചു. ജീവജാലങ്ങൾ, മൃഗങ്ങൾക്ക് അല്ലാഹു തആല പക്വതയുടെ ഈ കഴിവ് അല്ലാഹു തആല നൽകിയിട്ടില്ല. നമുക്കാണല്ലോ അല്ലാഹു തആല തക്ലീഫ് തന്നത്. ചില വിഷയങ്ങളൊക്കെ വേണമെന്നും ചിലത് വേണ്ടാന്നും അല്ലാഹു തആല നിർബന്ധം വെച്ചത്. വിഷയങ്ങൾ വെച്ച് നമ്മോടാണ്. എന്തേ? നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ് തന്നു. മൃഗങ്ങളോ അത് ഭക്ഷിക്കാൻ തോന്നുന്നൊക്കെ അത് ഭക്ഷിക്കുന്നു. അങ്ങനെ അതിന്റെ രാവും പകലും കഴിച്ചു കൂട്ടുന്നു. അതിന് പ്രത്യേകം വിവേകം ഇല്ല. വിവേകം ഇല്ല സഹോദരങ്ങളെ. വികാരജീവിയാണോ? വികാരജീവിയാണ്. അതേ സമയത്ത് മറ്റൊരു സൃഷ്ടിയുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ മലായിക്കത്ത്. ആ മലായിക്കത്ത് വികാരം അല്ലാഹു നൽകാത്ത, വിവേകം മാത്രം നൽകിയ ഒരു സൃഷ്ടിജാലമാണ് മലായിക്കത്ത്. മനുഷ്യൻ എങ്ങനെയാണോ? അല്ല. രണ്ടും മനുഷ്യനിൽ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവേകവും മനുഷ്യനിലുണ്ട്, വികാരവും മനുഷ്യനിലുണ്ട്. പക്ഷേ ഏത് വഴിക്ക് പോകണം എന്ന് കറക്റ്റായി പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടുണ്ട്. പരീക്ഷണമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള രഹസ്യം. നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, എന്നും നമ്മൾ ഓതൽ സുന്നത്തുള്ള തബാറക്കയിൽ. എന്തിനാണ് നമ്മളെ പടച്ചത്? ജീവിതവും മരണവും മറ്റൊരു ഭാഷയിലാണ് അവിടെ പറഞ്ഞത്. എന്തിനാണ് അല്ലാഹു തആല അത് പടച്ചത്? ഒന്നിനും അല്ല, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളെ പരിശോധിക്കാനാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത്, അധ്വാനിക്കുന്നത് ആര് എന്ന് പരിശോധിക്കാനാണ്. നല്ല അധ്വാനം കാഴ്ചവെക്കുന്നത് ആരാണ്? അവർക്കാണോ മാർക്ക്? അവർക്കാണ് മാർക്ക്. എല്ലാവരും ഒരേ രൂപത്തിലാണോ? അല്ല. മാർഗങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. നന്മയുടെ മാർഗവും തിന്മയുടെ മാർഗവും വിശദീകരിച്ചു കൊടുത്തു. രണ്ടും ഉൾക്കൊള്ളാനാണോ? അല്ല. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും രണ്ട് മാർഗങ്ങളും കൊടുത്തു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. മനുഷ്യന്റെ മുന്നിൽ നാം വിശദീകരിച്ചു കൊടുത്തു, വിവരിച്ചു കൊടുത്തു. അസ്സബീൽ, യഥാർത്ഥത്തിലുള്ള റൂട്ട്, ഏത് സ്വീകരിക്കണം ഏത് തള്ളിക്കളയണം എന്നതിനുള്ള റൂട്ട് കൊടുത്തു. പക്ഷേ മനുഷ്യൻ രണ്ട് രൂപത്തിലാണായി മാറുക. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് കണ്ടില്ലേ? മാമിൻ ഖാരിജിൻ യഖ്റുജു, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഏതൊരു മനുഷ്യനും ഇല്ലാ ബിബാബിഹി റായത്താൻ, ആ വീടിന്റെ വാതിൽക്കൽ രണ്ട് പതാകയുണ്ട്. കാണാറുണ്ടോ? ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. രണ്ട് പതാകയുണ്ട് വീടിന്റെ വാതിൽക്കൽ. റായത്തും ബിയദി മലക്കിൻ, ഒരു പതാക മലക്കിന്റെ പക്കലാണ്. വറായത്തും ബിയദി ശൈത്വാൻ, മറ്റൊരു പതാക ശൈത്വാനിന്റെ പക്കലാണ്. ഫഇൻ ഖറജ ലിമാ യുഹിബ്ബുല്ലാഹ്, രാവിലെ തന്നെ എണീറ്റ് സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന് പോകട്ടെ, അല്ലെങ്കിൽ ഉളു എടുത്തിട്ടൊന്ന് സുബഹി നിസ്കരിക്കട്ടെ എന്നുള്ളവർക്കാണ്
ഓൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എണീറ്റ ഉടനെ തന്നെ ഹംദ് ചൊല്ലി ഒന്ന് വേഗം ഉളു കൊടുത്ത് നിസ്കാരം കാര്യങ്ങൾക്കാണ് ആദ്യം തന്നെ ഒരു ശ്രമം. രാവിലെ തന്നെ സ്റ്റാർട്ടിങ് അതാണല്ലോ മെയിൻ. അങ്ങനെയാണോ? ഇത്തബഅഹുൽ മലകൂ ബിറായതിഹി, പതാകയും പിടിച്ച് മലക്കവനെ അനുഗമിക്കും. ഓന്റെ പിന്നാലെ കൂടേണ്ടത്, അവനിന്ന് പതാക കൊളുത്തി കൊടുക്കേണ്ടത് ഞാനാണ്. ഞാൻ എണീറ്റ ഉടനെ തന്നെ കുട്ടിപ്പടഞ്ഞ് വാഹനം എടുത്ത് ജോലി സ്ഥലത്തേക്കണ്ട് ഓടിയതല്ല. അല്ലാഹു തആലാക്ക് ഇത്രയും നേരം ഈ റാഹത്തുള്ള ഒരാൾക്കും തരാൻ കഴിയാത്ത രൂപത്തിലുള്ള ഈ സുഖം, വലിയ സുഖല്ലേ ഉറക്കറുന്നത്? വർണ്ണിക്കാൻ കഴിയോ? ഇങ്ങനെ ഇങ്ങനെ കണ്ണും വീറ്റോ വർണ്ണിക്കാൻ കഴിയാത്തൊരു സുഖം. ആ സുഖം അല്ലാഹു തആല അന്ന് ക്ഷീണം മാറ്റി, വിഷമങ്ങൾ മാറ്റി, മരുന്നിന്റെ അളവ് കുറച്ച്, ഉറക്കം കിട്ടിയിട്ട് എന്തെല്ലാം കുറഞ്ഞു പോയി. എന്നിട്ട് 2 റക്അത്ത് നന്ദിപൂർവം അത് നിസ്കരിക്കാനാണ് ഇവന്റെ ശ്രമം എങ്കിൽ ഉളു എടുത്ത് അതിനാണ് ഒരുങ്ങുന്നത്. ഇത്തബഅഹുൽ മലകൂ, മലക്കവനെ പിൻപറ്റും, ബിറായതിഹി, മലക്കിന്റെ പതാകയും കൊണ്ട് മലക്കവന്റെ പിന്നാലെ കൂടും. പിന്നെയോ അതേ സമയത്ത് ഫലം യസൽ, ആ മലക്കവനോടുകൂടെ സമീപിക്കും. തഹ്തറായത്തിൽ മലക്, മലക്കിന്റെ പതാകന്റെ കീഴിലാ മനുഷ്യനെങ്ങനെ പോകും. ഹത്താ യർജിഅ ഇലാ ബൈതിഹി, വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ മലക്കവന്റെ കൂടെയുണ്ടാകും. പതാകയും പിടിച്ച് കാവലുണ്ട്. നന്മയിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന തലവുണ്ട്. അതിന് നല്ല മനസ്ഥിതിയും കൊടുക്കും. ബക്കറ്റാ കൊണ്ടിരുന്നത് വെള്ളം കോരാനല്ല, നല്ല സംഭാവന ഇട്ട് കൊടുക്കാനാണ്. തുടക്കം തന്നെയല്ലേ, സംഭാവന കുറക്കാൻ പാടില്ല. എല്ലാവരും നല്ല കട്ടിയും കനയുള്ള സംഭാവന ഇടുക. ശഅബാൻ മാസം എല്ലാവരും നല്ല സംഭാവന ഇട്ട് കൊടുക്കുക. നമ്മുടെ മജ്‌ലിസിൽ നിന്ന് നാം നൽകുന്ന സംഭാവനകളൊക്കെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പ, ഉമ്മ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, കുടുംബക്കാർ, ശിഷ്യന്മാർ, എല്ലാവരും ഹളറത്തിലേക്കും അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അവർക്ക് നല്ല സന്തോഷമുള്ള അമലാക്കി, കൺകുളിർമയാർന്ന അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സ്വതക്കകൾ വിശുദ്ധ റമളാൻ മാസത്തിലേക്ക് അമല് ചെയ്യാനുള്ള തൗഫീഖിന്, ആരോഗ്യത്തിനുള്ള കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ സുബൈക്ക് തന്നെ എഴുന്നേറ്റ് ഉടനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാ പോകുന്നതെങ്കിൽ മലക്ക് പറയും, ഞാനാണ് അവന്റെ കൂടെ പോകേണ്ടത്. അപ്പുറത്ത് നിൽക്കുന്ന ശൈത്താന് തോറ്റു. കാരണം ശൈത്താന്റെ പതാകക്ക് അവിടെ ലെവലില്ല, പോകാൻ കഴിയില്ല. ഒരു നേരെ എണീറ്റ് തന്നെ ഹംദല് ഉളൂടുക്കാനല്ലേ പോയത്, സുബൈ നിസ്കരിക്കാൻ. സുബൈ നിസ്കരിച്ച് കഴിഞ്ഞ് നോക്കുമ്പോ സുബൈ നിസ്കാരം കഴിഞ്ഞില്ലേ, ഇങ്ങനത്തെ. അപ്പൊ ഒരു ചായ പറ്റുന്ന ചായ വന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി, അസ്മാഉൽ ഹുസ്ന, നൂറുൽ ഈമാനോ, അല്ലെങ്കിൽ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി, അല്ലെങ്കിൽ 1-2 പേജ് ഖുർആൻ ഓതി. പിന്നെ ആൾ ഇറങ്ങാണ്. ഇറങ്ങുമ്പോഴൊക്കെ മലക്ക് കൂടെ ഉണ്ടാകും. ഫലം യസൽ തഹ്ത റായത്തിൽ മലക്ക്, ആ മനുഷ്യൻ മലക്കിന്റെ പതാകന്റെ ചുവട്ടിലാണ്. ഹത്താ യർജിഅ ഇലാ ബൈതിഹി, വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ മലക്കിന്റെ കാവല് മാത്രമല്ല, പിന്നവന് സഹോദരങ്ങളെ ളുഹുർ നിസ്കരിക്കാനും തോന്നും, അസ്ർ നിസ്കരിക്കാനും തോന്നും. അതിൻ്റെ ഇടയിൽ നന്മകൾ ഒരുപാട് പ്രവർത്തിക്കാൻ തോന്നും. പോകുന്ന ആള് നല്ലൊരു കച്ചവടക്കാരനാണോ, നന്മ നിറഞ്ഞ രീതിയിൽ കച്ചവടം ചെയ്യാനുള്ള മനസ്സുണ്ടാകും. ആരെയും പറ്റിക്കരുത്, ആരെയും വിഷമിപ്പിക്കരുത്. നല്ല ആഖിറത്തിലും ദുനിയാവിലും നല്ല നേട്ടമുള്ള കച്ചവടമാകണം എന്നവന്റെ ഉദ്ദേശ്യം. കാരണം രാവിലെ തന്നെ കൂടെ പോയത് മലക്കാണ്, പതാകയും പിടിച്ച്. അതേ സമയത്ത് അല്ലാഹു തആല ഇഷ്ടം വെക്കാത്ത സംഗതിയിലേക്കാണോ രാവിലെ തന്നെ ഓൻ പുറപ്പെടുന്നത്, ഇത്തബഅഹു ശൈത്വാനു ബിറായതിഹി, സുബ്ഹി നിസ്കരിച്ചിട്ടില്ല, പല്ല് തേച്ച് ചായ കുടിച്ച് ഡ്രസ്സും മാറ്റിയവൻ ഇറങ്ങാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അള്ളാഹുവിനൊരു നന്ദി ബോധത്തോടെ രാവിലെ തന്നെ ഒന്ന് നെറ്റിവെച്ച് ഒരു ചെറിയ 2 റക്അത്ത് നിസ്കാരത്തിലെ ഒരു ശുക്ർ, അതൊന്നും നിർവഹിക്കാതെയാണ് അവന്റെ പുറപ്പാട്. അവൻ പോകുന്ന പോക്ക് തന്നെ അള്ളാഹുവിന്റെ സുഖ്തിലാണ്, അള്ളാഹുവിന്റെ കോപത്തിലാണ് പോകുന്നതെങ്കിൽ കൂടെ പോകുന്നത് ശൈത്താനാണ്. ശൈത്താന് പതാകയും പിടിച്ചു പോകുന്നു. ഫലം യസൽ തഹ്ത റായത്തി ശൈത്താൻ, പോകുന്ന വ്യക്തി ശൈത്താന്റെ പതാകന്റെ ചുവട്ടിലാണ്. ഹത്താ യർജിഅ ഇലാ ബൈതിഹി, വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ.
ഓരോ ദിവസവും രാവും പകലും അങ്ങനെയാണല്ലോ. കുല്ലുന്നാസി യഗ്ദു, മനുഷ്യന്മാരൊക്കെ നേരം വെളുക്കുന്നു രണ്ട് തരത്തിലാണ്. ഫബാഇഉൻ നഫ്സഹു, ഓരോരുത്തരും അവരവരെ ശരീരത്തെ വിൽപ്പന നടത്തുന്നുണ്ട്. ഫമൂബിഖുഹാ, ആ ശരീരത്തെ നശിപ്പിക്കുന്നൊരു വിഭാഗം. ഔ മുഅ്തിഖുഹാ, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നൊരു വിഭാഗം. രണ്ട് തരമായിട്ട് ആളുകളെ കാണാം. അല്ലാഹു തആല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, അല്ലാഹുവിന് വേണ്ടി അധ്വാനിക്കുന്ന, കുടുംബം പോറ്റാൻ നല്ല രൂപത്തിൽ അധ്വാനിക്കുന്ന, നിസ്കാരങ്ങളൊന്നും മറക്കാത്ത രൂപത്തിൽ അധ്വാനിക്കുന്ന അധ്വാനമാണോ? എന്നാൽ ആ മനുഷ്യനാരാണ്? അള്ളാഹുവിന് വേണ്ടി അവന്റെ ശരീരം വിറ്റവനാണ്, അദാബിൽ നിന്ന് മോചിപ്പിച്ചവനാണ്. അതേ സമയത്ത് പിശാച്ചിന് വേണ്ടി വിൽപ്പന നടത്തിയ ആളുണ്ട്, ഹവക്ക് വേണ്ടി വിൽപ്പന നടത്തിയ ആളുണ്ട്. താൻ തോന്നിത്തരത്തിന് വേണ്ടി അവന്റെ ശരീരം അവൻ നശിപ്പിച്ചവനാണ്. മൂബിഖുഹാ, അവന്റെ ശരീരം അവൻ നശിപ്പിച്ചു. അല്ലാഹു തആല അവന് കൊടുക്കുന്ന മാർഗത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടില്ല. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബേ, ഭരണം വരുമ്പോ സൂക്ഷിക്കണം. അആദകല്ലാഹു മിൻ ഇമാറത്തി സുഫഹാ, പൊട്ടന്മാരുടെ ഭരണം, പോയത്തക്കാരുടെ ഭരണം അള്ളാഹു നിങ്ങൾക്ക് തരാതിരിക്കട്ടെ. അവരെ കൂട്ടത്തിൽ ഒരു ഭരണകർത്താവായി നിങ്ങൾ ചേരുന്നത് സൂക്ഷിക്കണം. കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇമാറത്തു സുഫഹാ എന്താണ്? പൊട്ടന്മാര്, ബുദ്ധിയില്ലാത്തവര്, താന്തോന്നികളെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമറാഉൻ യകൂനൂന ബഅദി, എന്റെ കാലശേഷം കുറെ ഭരണകർത്താക്കൾ വരും. ലാ യഹ്തദൂന ബിഹദായ, എന്റെ ചര്യ അവര് സ്വീകരിക്കൂല. വലാ യസ്തന്നൗന ബിസുന്നതി, എന്റെ മാതൃക അവർ ഉൾക്കൊള്ളൂല. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, വിദേശത്ത് കണ്ടില്ലേ നിങ്ങൾ കുറെ ഭരണാധികാരികൾ, വിമാനം ഇറങ്ങി വന്ന ഉടനെ തന്നെ അന്യപെണ്ണിനാണ് അവർ കൈകൊടുക്കുന്നത്, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്. അതിന്റെ ചിത്രമല്ലേ വാർത്താ മീഡിയകളിൽ വരുന്നത്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ഭരണചക്രം കളക്കുന്ന ആൾക്കാർ എന്നാ പറയുന്നത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, എന്റെ മാർഗം സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗം, നിസ്കാരത്തിന്റെ ടൈമാകുമ്പോ അത്തരത്തിലുള്ള ഭരണാധികാരികളാണ് മുന്നിലുണ്ടാകല്. ഇവരവരെ വീടുകളിലും കുടിലുകളിലും സുഖാസ്വാദന കേന്ദ്രങ്ങളിലും ഉല്ലസിക്കുകയാണ്. മുത്തുനബി തങ്ങളെ ചര്യ ഒഴിവാക്കി, നിയമങ്ങളും കാര്യങ്ങളും ഒഴിവാക്കി, മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കി. ഫമൻ സ്വദ്ദഖഹും ബികദിബിഹിം, അവര് പറയുന്ന നുണ കേട്ട് ആരാണോ അവരെ വിശ്വസിക്കുന്നത്, വഅാനഹും അലാ ദുൽമിഹിം, അവരെ അന്യായത്തിന് ആരാണോ സഹായിക്കുന്നത്, ഫഉലൈക ലൈസൂ മിന്നീ, അവരെന്നിൽപ്പെട്ടവരല്ല. വലസ്തു മിൻഹും, ഞാൻ അവരിൽപ്പെട്ടവനും അല്ല. വലാ യരിദൂന അലാ ഹൗലി, എന്റെ ഹൗലിന്റെ അടുക്കൽ അവർ വരൂല. എന്റെ മാർഗം സ്വീകരിക്കാതെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗമായിരുന്നില്ലേ? തങ്ങളാ മക്കയിലും മദീനയിലൊക്കെ നടപ്പിലാക്കിയെന്ന പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു മദ്യനിരോധനം. ഇപ്പൊ അതൊക്കെ അടിച്ചേൽപ്പിച്ചു. പൂർണ്ണമായും കുത്തയിഞ്ഞ ജീവിതത്തിന് പെർമിറ്റ്. പഴയ കാലത്തൊക്കെ നമ്മളെ ആൾക്കാരെ, ഇവിടുന്ന് സൗദിയിൽ പോയി വരുന്ന ആൾക്കാർ ഒരു സുഖം പറയും, ഉസ്താദ് എങ്ങനെയാണെങ്കിലും നിസ്കാരം മുടങ്ങൂല, നിസ്കാരത്തിന്റെ ടൈം ആകുമ്പോഴേക്ക് സ്വലാ എന്നും പറഞ്ഞ ആള് വരും. ഇപ്പത്തെ ആൾക്കാരൊന്ന് വിളിച്ചു വെച്ചോക്കാണ്. ഇപ്പൊ സ്വലാ ഇവിടെ ഉള്ള ആളങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരാളും വരൂല. മുമ്പൊക്കെ വന്നിരുന്നു അങ്ങനെ. സ്വലാ എന്ന് പറയുമ്പോൾ ഷട്ടർ താത്തിയിട്ട് അടുത്തുള്ള പള്ളിയിൽ നിസ്കരിച്ച് തിരിച്ചു വന്ന് പിന്നെ കട ഓപ്പൺ ചെയ്യും. നിസ്കരിക്കണമെന്നില്ല, കച്ചവടം നടന്നാൽ മതി. കച്ചവടം നടന്നാൽ മതി. രാജ്യത്തിന് സാമ്പത്തിക പുരോഗതി സ്രോതസ് ഇങ്ങനെ കൂടി വരണം. അതിനൊരു ഭാഗത്ത് സിനിമാ ഹാള് അല്ലേ, മറ്റൊരു ഭാഗത്ത് മദ്യഷാപ്പ്, വേറൊരു ഭാഗത്ത് നിശാ ക്ലബ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുഫഹായിന്റെ ഭരണത്തിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ, നമ്മൾ വെറുതെ പറഞ്ഞല്ല. കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് എന്റെ ശേഷങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കാണാൻ പോകുന്ന കാര്യം ഇതൊക്കെയാണ്. അതിനല്ലേ ഇപ്പൊ കാണുന്നത്. അവരെ സഹായിച്ച് അവരുടെ കൂടെ നിന്നാൽ
അവരെന്റെ ഹൗലിന്റെ അടുക്കൽ വരൂല, ഞാൻ അവരേറ്റൊരു ബന്ധവുമില്ല. അതേ സമയത്ത് വമല്ലം യസ്ദുഖു യുസദ്ദിഖുഹും, അവരെ വിശ്വസിക്കാത്തവർ, അവരെ കളവ് വിശ്വസിക്കാത്തവർ, വലം യുഇൻഹും അലാ ദുൽമിഹിം, അവരെ അക്രമത്തിന് സഹായിക്കാത്തവർ, ഫൗലായിക മിന്നി, അവരെന്നിൽപ്പെട്ടവരാണ്, വഅന മിൻഹും, ഞാൻ അവരിൽപ്പെട്ടവരാണ്, വസയരിദൂന അലാ ഹൗലി, എന്റെ ഹൗലിന്റെ അടുക്കൽ അവർ വരും. അതുകൊണ്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഭരണത്തെ അതിനിശിതമായി വളരെയധികം രൂക്ഷമായി എതിർത്തിരുന്ന മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കിട്ടുന്ന സ്റ്റേജിൽ മുഴുവൻ എതിർക്കും. എവിടെ സ്റ്റേജ് കിട്ടുന്നോ ആ സ്റ്റേജിൽ മുഴുവനും എതിർക്കും ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ഭരണം. അൽ മലിക്കുൽ ളാലിം, അക്രമിയായ ഭരണാധികാരി. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റിയ ഭരണാധികാരി. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അറുത്ത് കൊല നടത്തിയ ഭരണാധികാരി. ആ ഭരണാധികാരിയെ എതിർത്തപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് അറസ്റ്റ് വാറണ്ട് വന്നു. രാജാവ് നിങ്ങളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അടുത്ത് നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ ഒരു പണിയിലാണ്, സൗകര്യം കിട്ടുമ്പോ വരാന്ന് പറയുന്നു. രാജാവ് വരാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ഇവിടെ ചെറിയൊരു പണിയിലാണ്, എന്റെ ശിഷ്യന്മാർക്ക് ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ കഴിഞ്ഞൊരു ഒഴിവ് പോലെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. മഹാനവറുകൾ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ശിഷ്യന്മാരും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ ഒറ്റക്ക് പോണോ? അക്രമിയായ ഒരു ഭരണാധികാരിയാണ്, ഞങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റക്ക് പോകുന്ന. അവനോട് സംസാരിക്കാനൊക്കെ ഞാൻ തന്നെ, നിങ്ങളാരും വരണ്ടെന്ന്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് അങ്ങോട്ട് കയറി ചെന്നു ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുന്നിലേക്ക്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുന്നിലേക്ക് കയറി ചെന്നപ്പോ ഹജ്ജാജ് ചോദിച്ചു, ഒറ്റക്ക് കയറി വരാനുള്ള ധൈര്യോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്താ കുറവെന്ന് ചോദിച്ചു. എന്താ എനിക്ക് കുറവ്? വഅന ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ ഖാദിമാണ് ഞാൻ, 10 കൊല്ലത്തെ ഖാദിമാണ്. എന്റെ മുന്നിൽ വരാൻ എനിക്ക് എന്ത് പേടിയാ? ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. ഹജ്ജാജ് ബിൻ യൂസുഫ് ചോദിച്ചു, നീ എന്റെ ഭരണത്തെ എതിർക്കുന്നോ? ഇന്നും കൂടി എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അക്രമപരമായിട്ട് നീ എന്ത് നടപടി സ്വീകരിക്കുന്നോ അത് അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങളോട് ഞാൻ പറയും, അത് സ്വീകരിക്കരുത്. നിന്റെ പൊള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരും. നിനക്ക് അനുകൂലമായ ഒരു സപ്പോർട്ടും നടത്തൂല. ഹജ്ജാജ് പറഞ്ഞു, ഹജ്ജാജിനോട് ചോദിച്ചു, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. നിങ്ങളെ കൊല്ലാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. എന്നെ കൊല്ലാനോ? നിന്റെ കൈ കൊണ്ടാണ് എന്റെ വധം, എന്റെ മൗത്ത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ കാൽക്കൽ ഞാൻ സുജൂദ് ചെയ്യുമായിരുന്നു. നിനക്കെന്റെ ശരീരത്തിൽ തൊടാൻ പറ്റൂല. ധൈര്യണ്ടോ നിനക്ക്? നിന്റെ മുന്നിലാ ഞാൻ നിൽക്കുന്നത്. നീ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ ശരീരത്തിനൊന്ന് തൊടാൻ പറ്റുമോ? ഹജ്ജാജ് എഴുന്നേൽക്കുന്നില്ല. കൂടുള്ള ആൾക്കാരൊക്കെ നോക്കുന്നു, ഭരണാധികാരിക്ക് എന്ത് പറ്റിപ്പോയി? വലിയ വീറോടെ സംസാരിക്കുന്ന, ഈർഷ്യതയോടെ പ്രതികരിക്കുന്ന ഭരണാധികാരി ആകെ കെട്ടുപോയി. മാനം കെട്ടുപോയിട്ടാണല്ലോ നിൽക്കുന്നത്. പ്രതികരണത്തിന്റെ ചുവയൊക്കെ കുറഞ്ഞുപോയി. എന്താണ് ഇത്ര ധൈര്യത്തോടെ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഹജ്ജാജേ, നിന്നെ പോലോത്ത അക്രമികൾ പിന്നീട് വരുമെന്ന് എന്റെ നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലോത്ത അക്രമികളിൽ നിന്ന് കാവൽ ചോദിക്കാൻ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്റും ചൊല്ലിയിട്ടാണ് ഞാൻ നിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. തൊടാനൊക്കൂല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു, ആ ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരോ? നിനക്ക് ഏതായാലും പഠിപ്പിച്ചു തരൂല. കാരണം നീ എന്തിനാ ചോദിക്കുന്നത് എനിക്കറിയാ. നീ കുറെ ആളുകളെ പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്ന ആളൊന്നും നിന്റെ അടുത്തേക്ക് വരാതിരിക്കാനല്ലേ ചോദിക്കുന്നത്. നിന്റെ അക്രമത്തിന് അവര് പകരം ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. നിന്റെ അന്യായത്തിന് അവര് പകരം ചോദിക്കണം, നിനക്ക് പഠിപ്പിച്ചു തരൂല. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുഖത്ത് നോക്കി പറയേണ്ടത് മുഴുവനും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയപ്പോ ബാക്കിയുള്ള ആളുകൾ വന്നിട്ട് ചോദിച്ചു, രാജാവേ എന്ത് പറ്റി നിങ്ങൾക്ക്? ഇന്നലെ വരെ നിങ്ങളെ എതിർത്ത ഒരാളെ തലവെട്ടിയ ആളല്ലേ നിങ്ങള്? പലരെയും നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ? ഈ ഇരിക്കുന്ന കസേരയിൽ നിന്നൊന്നും എഴുന്നേറ്റില്ലല്ലോ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്നത്,
എന്റെ മുന്നിലേക്ക് ആള് കയറി വന്നപ്പോഴേക്ക് എന്റെ മുട്ടിൻകാല് വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര വലിയ ഇത്ര ചെറിയ ചെറുപ്പക്കാരാണെന്നറിയാം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞ മാർഗത്തിലല്ലേ ഭരിക്കുന്നത്. എന്ത് കൂട്ടു നിൽക്കാനാണ്, എന്ത് സപ്പോർട്ട് ചെയ്യാനാണ്? അങ്ങനെ സപ്പോർട്ട് ചെയ്താല് തങ്ങളെ ഹൗദിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയൂല. ഇത്തരക്കാർക്ക് കൂട്ടുനിൽക്കാത്തവർ അവരെന്റെ ഹൗദിന്റെ അടുക്കൽ വരും. ഞാൻ അവരെ കാണും, അവർ എന്നിലും ഞാൻ അവരിലും പെട്ടവരാണ്. എന്നിട്ട് പറഞ്ഞു, കഅബേ അസ്സൗമു ജുന്നാ, നോമ്പ് ഒരു പരിചയാണ്. മനുഷ്യനെ അക്രമത്തിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പരിചയാണ് നോമ്പ്. വസ്സദഖത്തു തുത്ഫിഉൽ ഖതീആ, പാപങ്ങളെ കെടുത്തിക്കളയാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ദാനധർമ്മം. വസ്സലാത്തു ബുർഹാൻ, നിസ്കാരം അതൊരു പ്രമാണമാണ്. മുസ്ലിമാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രമാണമാണ് നിസ്കാരം. അതൊരിക്കലും ഒഴിവാക്കരുത് കഅബേ. പിന്നെ പറഞ്ഞു, കഅബേ ദുനിയാവിൽ ജീവിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി. ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് വളർന്ന ഒരു ശരീരം സ്വർഗത്തിൽ കടക്കൂല കഅബേ. ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, അനാവശ്യമായുള്ള സമ്പാദ്യത്തിനാൽ വികസിച്ച ശരീരം, വളർന്നു വലുതായ ശരീരം സ്വർഗത്തിൽ കടക്കൂല. അന്നാറു ഔലാ ബിഹി, ആ ശരീരവുമായി കൂടുതൽ ബന്ധമുള്ളത് നരകത്തിനാണ്. ദുനിയാവിലുള്ള പരീക്ഷണത്തിൽ വലിയൊരു പരീക്ഷണമാണ് സഹോദരങ്ങളെ. വികസിച്ച് ജീവിക്കുന്നവരെ കണ്ടില്ലേ? വളർന്ന് പന്തലിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്നവരെ കണ്ടില്ലേ? അവിഹിത മാർഗത്തിലൂടെയുള്ള അടിപൊളി ജീവിതം വേണ്ട, വികസന ജീവിതം വേണ്ട. അല്ലാഹ് നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ മുതലിലൂടെ ഒരു വികസനവും ഒരു വലുപ്പവും വേണ്ട. അത് നമുക്ക് കൂടുതൽ ഉപകാരമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ കേടായി ബാധിക്കുന്നൊരു വിഷയമാണത്. നബ്തലീഹി, പരീക്ഷണത്തിന് വേണ്ടിയല്ലേ മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ, ആയത്ത് ഓതിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈതഹാ തമ്മത്ത് ഫലാ നുബ്തലാ. അതേ, കണക്കാക്കിയ കാര്യം കാലം അങ്ങ് തീർന്നു പോയിട്ട് അല്ലാഹു തആല പറയപ്പെടാത്ത ഒരു കാലം എന്ന് പറഞ്ഞില്ലേ? മനുഷ്യൻ എന്ന് പറയപ്പെടാത്ത ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു എന്ന്. ആ കാലത്ത് തന്നെ തീർന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ പരീക്ഷണം ഏൽക്കേണ്ടി വരില്ലല്ലോ. ദുനിയാവ് ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ്. നന്നായി ജീവിക്കുന്നുണ്ടോ അല്ലാഹു തആല നോക്കാൻ തന്ന പരീക്ഷണമാണ് ദുനിയാവ്. സമ്മതത്തിന് വേണ്ടി തന്നതല്ല, സുഖത്തിന് വേണ്ടി തന്നതല്ല, ആസ്വദിക്കാൻ വേണ്ടി തന്നതല്ല. പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ കഴിവുകളൊക്കെ അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചത്. ധാരാളം പരീക്ഷണം ദുനിയാവിൽ വരും സഹോദരങ്ങളെ. ചില പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ പേടിയാണ്. കണ്ടില്ലേ നിങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചത്? ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ വിവിധ പരീക്ഷണങ്ങൾ പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, മനിബ്തുലിയ ബിതർക്കിൽ അദബി, അദബ് ഒഴിവാക്കിക്കൊണ്ടാണ് ഒരാളെ പരീക്ഷിച്ചതെങ്കിൽ വഖാഫി തർക്കി സുനനി, സുന്നത്ത് ഒഴിവാക്കുന്നതിൽ അയാൾ ചെന്നുപോയി വീണുപോകും. അദബ് ഒഴിവാക്കാൻ പാടില്ല. അദബ് ഒഴിവാക്കിയ ആള് സുന്നത്തൊക്കെ ഒഴിവാക്കും. ഓരോന്നിനും ഓരോ അദബില്ലേ? അദബുണ്ട്. മൂത്രയിക്കാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം അദബുണ്ട്? തലമറക്കലൊരു അദബാണ്. ആ സ്ഥലത്തേക്ക് കാല് വെക്കുന്നതിന് മുമ്പ് ദിക്ർ ചൊല്ലൊരു അദബാണ്. ഇടത്തെ കാല് മുന്തിക്കണം, ചെരുപ്പിട്ട് വേണം കയറാൻ, ഇരിക്കേണ്ടതുപോലെ ഇരിക്കണം, ഇരിക്കാൻ ഒക്കുമ്പോ വസ്ത്രം ഉയർത്തണം, നേരത്തെ ഒന്നാകെ ഉയർത്തിട്ട് പോയിരിക്കലല്ല. അങ്ങനെ പാലിക്കേണ്ട അദബുകളൊക്കെ പാലിക്കണം. അദബ് ഒഴിവാക്കിക്കൊണ്ടാണ് ഒരാളെ പരീക്ഷിക്കുന്നതെങ്കിൽ സുന്നത്ത് ഒഴിവാക്കുന്ന വിഷയത്തിൽ അയാൾ വീണുപോകും. ഭക്ഷണം കഴിക്കുന്ന ഒരാള് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എത്ര സുന്നത്ത് ഒഴിവാക്കി പോകുന്ന നിങ്ങൾ. പ്ലേറ്റിലുള്ള തന്നെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കാത്ത ഒരാള്
അതിൽ നിന്ന് വീണു പോകുന്നതിന് എടുക്കുവോ? എടുക്കൂല. അവിടെ ശ്രദ്ധിക്കാത്ത ആൾ, തുടക്കത്തിൽ തന്നെ ദിക്റ് ചൊല്ലാത്ത ഒരാൾ കഴിഞ്ഞിട്ടുണ്ടോ ദിക്റില്ലെന്ന്? ദിക്റല്ലൂല. അങ്ങനെ കുറെ സുന്നത്തുകൾ ഒഴിവായി പോകും. അതബ് ഒഴിവാക്കരുത്. ഓരോന്നിനും ഓരോ അതബുണ്ട്. വാഹനത്തിലേക്ക് ഒരാൾ കയറുമ്പോ ഏത് കാലം വെച്ചാ കയറണ്ടി? വലത്തെ കാലം വെച്ച് കയറണം. വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോ കാലിങ്ങോട്ട് പുറത്ത് വെക്കുന്നതിന് മുമ്പ് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോ ചൊല്ലണം റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലെത്തിയിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തങ്ങൾ ചൊല്ലി റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. നൂഹ് നബി അലൈഹിസ്സലാം 6 മാസക്കാലം മൂടിയ കപ്പല് ജൂദി പർവ്വതത്തിൽ താഴോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്താ ചൊല്ലിയത്? റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. ഇടത്തെ കാലം വെച്ച് വാഹനത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം ദിക്റും ചൊല്ലിയിട്ട്. അപ്പൊ അതബ് ഒഴിവാക്കരുത്. ഒരു ഘട്ടത്തിൽ അതബ് ഒഴിവാക്കരുത്. അതബ് അതവോടെ കൊണ്ടുനടക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതബ് ഒഴിവാക്കി പരീക്ഷിച്ചാൽ വലിയ പരീക്ഷണാണ്. വമനിബ്തുലിയ ബി തർക്കി സുനനി, സുന്നത്തുകൾ ഒഴിവാക്കിയിട്ട് ഒരാളെ പരീക്ഷിച്ചാലോ വഖാഫി തർക്കിൽ ഫരീള, ഫർള് ഒഴിവാക്കുക എന്നുള്ള വിഷയത്തിൽ അയാൾ പോയി വീഴും. സുന്നത്തുകൾ ഒഴിവാക്കരുത്. സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ആൾക്ക് ഫർള് നിസ്കാരം ഒഴിവാക്കാൻ മടി തോന്നൂല. സുന്നത്തും കൂടി കൊണ്ടു നടക്കണം. അത് ഫർളിനുള്ളൊരു ബലം കൂടിയാണ്. സുന്നത്തുകൾ ഒഴിവാക്കുമ്പോ ഫർള് ഒഴിവാക്കാന്നുള്ള വിഷയത്തിൽ പോയി വീണുപോകും. സഹോദരങ്ങളെ, അത് വലിയ സംഗതിയാണ്, നീട്ടിപ്പറയേണ്ടതാണ്. വമനിബ്തുലിയ ബിതർക്കിൽ ഫരീള, ഫർള് ഒഴിവാക്കൽ കൊണ്ട് ഒരാളെ പരീക്ഷിക്കപ്പെട്ടാലോ വഖാഫി ഇസ്തിഹ്ഖാരി ശരീഅ, അയാളെ മനസ്സിൽ ശരീഅത്തിന് സ്ഥാനം ഉണ്ടാകൂല. മതത്തെ നിസാരമാക്കി കളയും. ഫർള് ഒഴിവാക്കുന്ന ഒരാള് ശരീഅത്തിനെ നിസാരപ്പെടുത്തി കളയും. ഒമനിബ്തുലിയ ബിദാലിക, ശരീഅത്തിനെ നിസാരപ്പെടുത്തിയിട്ട് ഒരാളെ പരീക്ഷിക്കപ്പെട്ടാലോ വഖാഫിൽ കുഫ്രി, കുഫറിൽ വീണുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതോടുകൂടെ കഴിഞ്ഞു. അപ്പൊ പരീക്ഷണം ദുനിയാവിൽ ഒരാൾക്ക് കിട്ടിയെന്ന് കരുതിയിട്ട് ഒന്നും കുറയാനില്ല. 50 കൊല്ലം ഒരാൾ നല്ല ഇബാദത്ത് ചെയ്ത് ജീവിച്ചു. 50-ാമത്തെ വയസ്സിലേക്ക് രോഗം വന്നു, വിഷമിക്കൊന്നും വേണ്ട. 60-ാമത്തെ വയസ്സിൽ രോഗം വന്നു, വിഷമിക്കൊന്നും വേണ്ട. ആ പരീക്ഷണത്തിൽ സഹിച്ചുകൊണ്ട് ആവും പോലെ മുന്നോട്ട് പോകുന്നുണ്ടോ? ആരോഗ്യകാലത്ത് ചെയ്ത അത്രയും കണക്കാക്കി അനാരോഗ്യകാലത്ത് തരാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളോട് പറയും. പക്ഷെ ആ കാലത്ത് ചെയ്യണം, ചെയ്യാതെ കിട്ടൂല. 60 വയസ്സായപ്പോ ഒരാൾക്ക് രോഗം ബാധിച്ചു. അയാൾക്ക് നിന്നുസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്നുസ്കരിക്കാനേ കഴിയുന്നുള്ളൂ. ഇരുന്നുസ്കരിക്കുമ്പോൾ അയാളെ മനസ്സിന് ഒരു പ്രയാസം, പഠിച്ചാൽ ഇത്രയും കാലം ഞാൻ നിന്നാ നിസ്കരിച്ചത്, ഇപ്പൊ ഇരുന്നായി പോയല്ലോ എന്ന് പ്രയാസം തോന്നുന്നുണ്ടാ. ആ ഇരുന്ന് നിസ്കാരം നിർവഹിക്കുന്നതിന് അല്ലാഹു തആല ഏത് കൂലി കണക്കാക്കി തരും? നിന്ന് നിസ്കരിച്ചതിന്റെ, ഇത്രയും കാലം നിസ്കരിച്ചില്ലേ, നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി എഴുതാൻ വേണ്ടിയിട്ട് മലക്കുകളോട് പറയും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, മാമിൻ അഹദിൻ മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽപ്പെട്ട ഒറ്റാളുമില്ല, യുബ്തലാ ബി ബലാഇൻ ഫീ ജസദിഹി, ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബലാവ് കൊടുത്ത് അല്ലാഹു തആല പരീക്ഷിക്കുന്നു. ഇല്ലാ അമറല്ലാഹുൽ ഹഫള, ഹഫളത്തിന്റെ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിക്കും, ഉക്തുബൂലി അബ്ദി, എന്റെ അടിമക്ക് നിങ്ങൾ രേഖപ്പെടുത്തണം, എഴുതി വെക്കണം, മാകാന യഅമലു ഹുവ സ്വഹീഹ്, ആരോഗ്യവാനായ കാലത്ത് ചെയ്തതൊക്കെ. 40 കൊല്ലം നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ആ 40 കൊല്ലവും രാവിലെയോ വൈകുന്നേരമോ സമയം നോക്കിയിട്ട് ഖുർആൻ ഓതിയിരുന്നു. ഇപ്പൊ കണ്ണു കാണാതായി പോയി. ഓരോ ദിവസവും അന്ന് എത്ര ഓതിയോ ഓതിയതിന്റെ കണക്ക് അല്ലാഹു തആല ദിവസം അങ്ങനെ കഴിയുമ്പോ എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകളോട് നിർദ്ദേശിക്കുന്നു. മാദാമ മഷ്ദൂദൻ ഫീ വിതാഖി, എന്റെ പരീക്ഷണത്തിൽ അയാൾ ബന്ധിതനായി കഴിയുന്ന കാലത്തോളം, 20 കൊല്ലം കാഴ്ചയില്ലാതെയാണ് പിന്നെയാണ് ജീവിച്ചതെങ്കിൽ വിഷമിച്ച് കരഞ്ഞിട്ട് ബുദ്ധിമുട്ടാകണ്ട. ആരോഗ്യകാലത്ത് കണ്ണുകൊണ്ട് ചെയ്ത ഹസനാത്തുകൾ എഴുതാൻ വേണ്ടി മലക്കുകൾ അല്ലാഹു ഏൽപ്പിക്കുന്നു. ഓരോ ദിവസവും അത് കണക്കാക്കി എഴുതാൻ പറയുന്നു. വെള്ളിയാഴ്ച ആള് ഖുർആനിലേക്ക് നോക്കിയിട്ട് അൽകഫ് ഓതുന്നു. ഇപ്പൊ കണ്ണു കാണുന്നില്ല, അതുകൊണ്ട് നോക്കിയോതാൻ കഴിയുന്നില്ല.
വിഷമമില്ല. നോക്കി ഓതി അതേ കൂലി തന്നെ ഓരോ വെള്ളിയാഴ്ചയും രേഖപ്പെടുത്തുന്നു. നിസ്കരിച്ച അത്രയും കാലം സുജൂദിലേക്ക് നോക്കിയിട്ട് നിസ്കരിച്ച മനുഷ്യനാണ്. ഇപ്പൊ സുജൂദിലേക്ക് നോക്കാൻ കണ്ണിന് കാഴ്ചയില്ലല്ലോ. ഇപ്പൊ നിസ്കരിക്കുമ്പോഴും സുജൂദിലേക്ക് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കാണുന്നില്ല. വിഷമിക്കേണ്ടതില്ല. സുജൂദിലേക്ക് നോക്കിയതിന്റെ കൂലി ഓരോ നിസ്കാരത്തിലും ഹഫലത്തിന്റെ മലക്കുകൾ എഴുതി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ആരോഗ്യകാലത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ആ ചെയ്ത ഹസനാത്തുകൾ മുഴുവനും കുറയാതെ കിട്ടുന്നു. അപ്പൊ ആ പരീക്ഷണം കൊണ്ട് ആ മനുഷ്യന് വിജയമാണോ? വിജയമാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണം വന്നതാർക്കാണ്? ഏറ്റവും കൂടുതൽ ഈമാനുള്ള മഹാന്മാർക്കാണ്. ഏറ്റവും കൂടുതലുള്ള ഈമാനുള്ളത് ആരാണ്? അമ്പിയാക്കളാണ്. അവർക്കല്ല ഏറ്റവും വലിയ പരീക്ഷണം വന്നത്. ആ പരീക്ഷണത്തിൽ അവർ ജയിച്ചു കയറിയില്ലേ? അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഞാൻ അങ്ങ് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതപ്പ് പുതച്ച് കിടക്കുകയാണ്. സാധാരണ പകലങ്ങനെ പുതപ്പ് പുതക്കാറില്ല, രാത്രി സമയത്ത് ചിലപ്പോഴൊക്കെ പുതപ്പ് പുതക്കാറുണ്ട്. പുതപ്പിന്റെ മേലെ ഞാനൊന്ന് കൈവച്ചപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ കയ്യങ്ങ് വലിച്ചു. കാരണം പുതപ്പ് തന്നെ വല്ലാത്ത ചൂട്. പിന്നെ ശരീരത്തിന്റെ ചൂട് എത്ര ഉണ്ടാകും? പുതപ്പ് തന്നെ വല്ലാത്ത ചൂട്. ഫവജദ ഹറാറതഹാ ഫൗഖൽ ഖതീഫ. പുതപ്പിന്റെ മേലെ ശരീരത്തിന്റെ ചൂട് ഞാൻ അനുഭവിച്ചു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാ അശദ്ദ ഹർറഹിമാക യാ റസൂലല്ലാഹ്, മാ അശദ്ദ ഹർറഹുമാക, തങ്ങൾക്ക് വന്ന പനി എന്തൊരു ചൂടുള്ള പനിയാണ് നബിയേ. സാധാരണ ചൂടല്ലല്ലോ ഈ പനിക്കുള്ളത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ സഈദേ, ഇന്നാ കദാലിക യുശദ്ദദു അലൈനൽ ബലാ. ഞങ്ങൾ അമ്പിയാക്കൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് തരുന്ന പരീക്ഷണം മറ്റുള്ളവരെ പരീക്ഷണം പോലെയല്ല. ഡിഗ്രി കൂടുതലാണ്. ഡിഗ്രി പരീക്ഷണത്തിൽ മാത്രമല്ല കൂടുതലുള്ളത്, വയുളാഫു ലനൽ അജ്ർ, കൂലിയും ഞങ്ങൾക്ക് ഇരട്ടിയുണ്ട്. ഞങ്ങൾക്കാണ് കൂടുതൽ പരീക്ഷണം, ഞങ്ങൾക്കാണ് കൂടുതൽ കൂലിയും ഉള്ളത്. ഏറ്റവും വലിയ പരീക്ഷണം ഞങ്ങൾക്കാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അസ്വാലിഹൂൻ. ആരെല്ലാം സ്വാലിഹീങ്ങളുണ്ടോ അവർക്കൊക്കെ ഈ രൂപത്തിൽ പരീക്ഷണം വരാറുണ്ട്. ആ പരീക്ഷണത്തിലൊക്കെ അല്ലാഹു തആല അവർക്ക് നല്ല കൂലിയും കൊടുക്കുന്നുണ്ട്. ശരീരത്തിൽ മാത്രമല്ല പരീക്ഷണം, സമ്പത്തിൽ പരീക്ഷണം വരും, സന്താനങ്ങളിൽ പരീക്ഷണം വരും, ഓരോ രൂപത്തിലും പരീക്ഷണം വരും, സൗകര്യങ്ങൾ കുറച്ചുകൊണ്ട് പരീക്ഷണം വരും. പക്ഷേ ആ പരീക്ഷണത്തിലൊക്കെ കിട്ടുന്നത്, ബലാ കൊണ്ടവർക്ക് പരീക്ഷണം സഹിക്കുമ്പോ കിട്ടുന്നത് സന്തോഷ നേരത്ത് കിട്ടുന്നതിനേക്കാളും അധികമായിരിക്കും. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല അഹദുഹും, പരീക്ഷണം അനുഭവിക്കുന്ന ആളുകളിൽ ഒരാള് കാന അശദ്ദ ഫർഹം ബിൽ ബലാ, പരീക്ഷണത്തിന്റെ പേരിൽ കൂടുതൽ സന്തോഷിക്കും. മിൻ അഹദിക്കും ബിൽ അതാ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് നല്ല ദാനം കിട്ടിയിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ? അതിനേക്കാളും വലിയ സന്തോഷം പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും. അവർക്ക് കിട്ടുന്ന കൂലി ചെറിയ കൂലിയല്ല. പക്ഷെ ആ പരീക്ഷണത്തിൽ തോറ്റുപോകാൻ പാടില്ല, വിശ്വാസരാഹിത്യം സംഭവിക്കാൻ പാടില്ല. എന്നെ എന്റെ അള്ളാഹു ഇങ്ങനെയാക്കി എന്നുള്ള ടെൻഷനിലൂടെ നീ അങ്ങ് ആത്മഹത്യ ചെയ്യരുത്. നിന്റെ ജീവിതം തീർത്തു പോകരുത്, മക്കളെ കൊന്നുപോകരുത്. സമ്പത്ത് കൊണ്ട് എന്നെ പരീക്ഷിച്ചില്ല, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഏതെങ്കിലും ഒരു പുഴ നോക്കട്ടെ, ഏതെങ്കിലും ഒരു മരം നോക്കട്ടെ, ഏതെങ്കിലും ഒരു കയറ് നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഗുളിക നോക്കട്ടെ എന്ന നിലക്ക് നീ ജീവിക്കരുത്. നല്ല സ്വബറ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് ആ പരീക്ഷണ രംഗത്തും ശുക്രോടുകൂടെ ജീവിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ചെറിയൊരു പാർട്ടും കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ.